Hello, hello മക്കളെ. Hi, good evening. Welcome to 90 Plus India's first animated live tuition. Hello, hi. Good evening. Good evening, good evening. Okay, good evening. എന്തൊക്കെ മക്കളെ വിശേഷമൊക്കെ? സുഖല്ലേ? അയ്യോ, ഫസ്റ്റ് തന്നെ എല്ലാവരും ഫിഫയുടെ ഒക്കെ കമന്റ്സ് ആണല്ലോ ഇടുന്നത് തന്നെ. ഓ അപ്പൊ വേൾഡ് കപ്പ് കാണലുണ്ട് എനിക്ക് മനസ്സിലായി. മിസ് കാണാറുണ്ട്. ഇവിടെ എല്ലാവരും എന്താ അർജന്റീന ഫാൻസ് ആണോ? എല്ലാവരും അതാണോ? കുറെ പേര് അതാണല്ലോ ഇടുന്നത്. വാമോസ് എന്നൊക്കെ ഇടുന്നുണ്ട്. ക്രിസ്ത്യാനോ ഓ പ്രേസി ഗുഡ് ഈവനിങ് മുത്തേ. ഓ, എല്ലാ ഫാൻസും ഉണ്ടല്ലേ മക്കളെ. നമുക്ക് എന്ത് ചെയ്യാം? തുടങ്ങല്ലേ പഠിക്കാൻ അങ്ങോട്ട് തുടങ്ങല്ലേ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം അറിയോ? നമ്മുടെ വേൾഡ് കപ്പിന്റെ ചർച്ച നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ക്ലാസ്സിന്റെ അവസാനം നമുക്ക് നടത്താം. ശരിയാണോ? ഓക്കെ ആണോ? എല്ലാവരും റെഡിയാണോ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മാത്സിലെ ചർച്ചകളിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർനാഷണൽ ചർച്ചകളായ ഫിഫയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. റെഡിയാണോ? എല്ലാവരും സെറ്റ് ആയിട്ടിരുന്നേ. ജോമെട്രിക് ബോക്സ്, പെൻസില്, സ്കെയില് ഇതൊക്കെ എടുത്ത് എല്ലാവരും സെറ്റ് ആയിട്ടിരുന്നേ. പെട്ടെന്ന് സെറ്റ് ആയിട്ടിരിക്കുക. റെഡി? യെസ്, റെഡി. ഓക്കെ. ഞാൻ ആരെ ഫാനാണെന്നോ? ഞാൻ മെസ്സി ഫാനാണ് മൊത്തേ. ഓക്കെ ആണല്ലോ. പക്ഷെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. നെയ്മറിന് ഇഷ്ടമാണ്, റൊണാൾഡോനെ ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞു എപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് ചർച്ച ചെയ്യാൻ പോകുന്നു. ഇന്ന് ലാസ്റ്റത്തെ ചർച്ച ഒന്നും നോക്കണ്ട. നമ്മുടെ ലാസ്റ്റത്തെ ചർച്ച ചെയ്യുന്ന ഫിഫയെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ മക്കളെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രയാങ്കിൾസിന്റെ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചില്ലേ? എന്റെ മക്കൾ മറന്നു പോയിട്ടുണ്ടോന്നൊന്ന് നോക്കട്ടെ മിസ്. കഴിഞ്ഞ പ്രാവശ്യം സൈഡ്സ് തന്നു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾസിന്റെ 3 സൈഡ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കാര്യം മിസ് പറഞ്ഞു തന്നായിരുന്നു. എന്റെ മക്കൾക്ക് അത് ഓർമ്മയുണ്ടോ എന്ന് മിസ് ഒന്ന് നോക്കട്ടെ. സെറ്റാണോ? റെഡിയാണോടാ? ഓക്കെ. യെസ് ആര്യൻ, ഐ ആം ദുബിൻ ടീച്ചർ. ഓക്കെ നോക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ തരാൻ പോവാണേ. എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് പെട്ടെന്ന് ആൻസർ പറയണം കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത മറന്നു പോയിട്ടുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മക്കളെ നോക്കിയോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് 3 lengths can be used to draw a triangle? ഈ തന്നിട്ടുള്ളത് മക്കളെ ആദ്യത്തെ നോക്കട്ടോ. ഒരു 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? എന്റെ മക്കൾ പെട്ടെന്നൊന്ന് ചെയ്തേ. മിസ് പറഞ്ഞു തന്നായിരുന്നു എങ്ങനെയാണ് 3 സൈഡ്സ് തന്നാൽ അത് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക എന്ന് മിസ് പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ ഒന്ന് വേഗം കണ്ടുപിടിച്ചേ. എല്ലാവരും ഒന്ന് പെട്ടെന്ന് നോക്കിയേ, ഒന്ന് പെട്ടെന്ന് റെഡിയാക്കിയേ. ഒന്ന് ചെയ്ത് നോക്ക് മക്കളെ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോഴേക്കും എന്ത് ചെയ്യാം? മിസ് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ ആയോ? റെഡിയായോ? ആര്യൻ സെറ്റായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെടാ, സെറ്റാണ്. സെറ്റ്. ഓക്കെ സെറ്റ്. മക്കളെ ഇനി പറയൂ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ ഇത് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇത് വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള എന്റെ മക്കളൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. എങ്ങനെയാണ് മക്കളെ നമ്മൾ നോക്കേണ്ടത്? വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. യെസ് ഓർ നോ പറ. 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും തന്നു. ഇത് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? എന്റെ മക്കൾ വേഗം പറഞ്ഞേ. യെസ്, നോ, നോസ്. യെസ്, നോസ്. അയ്യോ, ഇതെന്താ യെസ് നോയൊക്കെ ഒരുമിച്ച് പറയുന്നു? മക്കളെ ഒന്നിൽ പറയൂ. നോസ് എന്ന് പറഞ്ഞാൽ എന്താ? മിസ്സിന് വരയ്ക്കാൻ പറ്റുന്നാണെങ്കിൽ ഞങ്ങളും വരയ്ക്കാൻ പറ്റും. മിസ് വരക്കണ്ട എന്നാണെങ്കിൽ വരക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ഞങ്ങളും വരക്കാൻ പറ്റില്ല. അങ്ങനെയാണോ? പറയടാ.
യെസ് പറയുന്നു, നോ പറയുന്നു. യെസ് പറഞ്ഞവർക്കൊക്കെ ഞാൻ ഇമ്പോസിഷൻ തരാൻ പോവാണേ. കഴിഞ്ഞ ക്ലാസ് ആരും കേട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. യെസ്. ഇപ്പൊ എല്ലാരും നോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നോ എന്ന്. മക്കളെ നോയാണ്. എന്തുകൊണ്ട് നോയാണ്? മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയാങ്കിൾസിന്റെ 3 സൈഡ് നമുക്ക് തന്നു കഴിഞ്ഞാല് അതിൽ ഏറ്റവും വലിയ സൈഡ് നമ്മൾ എടുക്കുക. ഇതിൽ നോക്ക് 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും അതുപോലെ തന്നെ 10 സെന്റിമീറ്ററും ആണ് വരുന്നത്. ഇതിലെ ഏറ്റവും വലിയ സൈഡ് ഏതാ? 10 സെന്റിമീറ്റർ ആണ്. ഈ 10 സെന്റിമീറ്റർ എപ്പോഴും എന്തായിരിക്കണം? ബാക്കിയുള്ള 2 സൈഡ്സ് 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനേക്കാൾ കുറവാവണ്ടേ? ഇവിടെ 4 + 6 ചെയ്താൽ അതും 10 അല്ലേ കിട്ടുന്നത്? കുറവായോ? ഈക്വൽ ആയിട്ടുള്ള വാല്യൂ അല്ലേ കിട്ടിയത്? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ മക്കളെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? ഒന്ന് നോക്കിയേ, വേഗം പറ. എന്താ ചെയ്യേണ്ടത്? ഏറ്റവും വലിയ സൈഡ് എടുക്കുക. അത് 5 സെന്റിമീറ്റർ ആണ്. അതെപ്പോഴും ചെറുതായിരിക്കണം. ഏതിനേക്കാൾ? ബാക്കി വരുന്ന 2 സൈഡ്സിന്റെ സമ്മിനേക്കാൾ. അപ്പൊ സം എന്ന് പറയുന്നത് ഏതാ? 3 + 4 = 7. 5 < 7. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ട്രയാങ്കിൾ വരയ്ക്കാം. സെറ്റല്ലേ? സെറ്റല്ലേ? രണ്ടാമത്തേത് വെച്ച് വരയ്ക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെയാണ്. മനസ്സിലായില്ല എന്നോ? ആർക്കാണ് മനസ്സിലാവാത്തത്? മക്കളെ എന്ത് ചെയ്യാ? 3 സൈഡ് തന്നു കഴിഞ്ഞാൽ അതിൽ വലിയ സൈഡ് എടുക്കുക. ഇപ്പൊ നോക്ക്, ഇവിടെ 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 3ഉം 4ഉം 5ഉം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തെ ഏറ്റവും വലിയ വാല്യൂ ആരാ? 5 ആണ്. ആ 5 എപ്പോഴും എന്തായിരിക്കണം? ചെറുതായിരിക്കണം. ലെസ് ദാൻ ആയിരിക്കണം. ലെസ് വാല്യൂ ആയിരിക്കണം. ഏതിനേക്കാൾ? ബാക്കിയുള്ള 2 സൈഡ്സ് എടുക്കുക. ഏതൊക്കെയാ? 3ഉം 4ഉം ആണ്. അതിന്റെ സമ്മിനേക്കാൾ ചെറുതായിരിക്കണം. 3 + 4 എന്ന് പറയുന്നത് എത്രയാ? 7 ആണ്. 5 < 7 ആണ്. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. സെറ്റാണോ? സെറ്റാണോ? യെസ്, സെറ്റാണ്. ഞങ്ങൾ സെറ്റാണ്. ഓക്കെ ആണല്ലോ? മക്കളെ ഇനി മൂന്നാമത്തേതൊന്ന് പറഞ്ഞേ. മൂന്നാമത്തേത് എന്റെ മക്കൾ എല്ലാവരും കമന്റ് ചെയ്യണം. വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യും. ഞാൻ നോക്കട്ടെ ആരെ പറയാത്തതെന്ന് നോക്കട്ടെ. യെസ്, കറക്റ്റ് ആണ് ഈശാൻ. കറക്റ്റ് ആണ് അദ്രാക്ഷ. കറക്റ്റ് ആണ്. യെസ്. യെസ്സോ? ആരാ യെസ് പറഞ്ഞത്? അടി കിട്ടും. ഓൺലൈനായിട്ട് അടി കിട്ടും. നോ. എന്തുകൊണ്ട് മക്കളെ നോ? നോക്കൂട്ടോ, ഇതിൽ ഏറ്റവും വലിയ സൈഡ് ഏതാ? 10 ആണോ 5 ആണോ 4 ആണോ? ഇതിൽ ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ അല്ലേ? ജൊഹാനെ ശ്രദ്ധിച്ചിട്ടോ മുത്തേ? 10 സെന്റിമീറ്റർ അല്ലേ ഇതിനകത്ത് ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത്? ഈ 10 സെന്റിമീറ്റർ എപ്പോഴും എന്തായിരിക്കണം? ചെറുതായിരിക്കണം. ഏതിനേക്കാൾ? ബാക്കി വരുന്ന 2 സൈഡ്സിനേക്കാൾ എപ്പോഴും ചെറുതായിട്ടിരിക്കണം. അപ്പോ 5 + 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. ഈ 9നേക്കാൾ ചെറുതാണോ 10? 10 അല്ലടാ വലുത്. നമുക്ക് എന്താ കിട്ടേണ്ടത്? 10 എപ്പോഴും ചെറുതായിട്ടാണ് കിട്ടേണ്ടത്. വലിയ സൈഡ്, ഒരു ട്രയാങ്കിളിന്റെ വലിയ സൈഡ് മറ്റേ 2 സൈഡ്സിന്റെ സമ്മിനേക്കാൾ ചെറുതായിരിക്കണം. ഇവിടെ വലുതായിട്ടാ വരുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രയാങ്കിള് വരയ്ക്കാൻ പറ്റില്ല. 10 > 9. ഓക്കെ ആണോടാ? മനസ്സിലായോ? The answer was 9 and 9 is smaller than 10. Yes, smaller than 10 ആണ്. കറക്റ്റ് ആണ് എവാ. ഓക്കെ ആണല്ലോ? മക്കൾ ഇതെല്ലാവരും പെട്ടെന്ന് എഴുതിയെടുത്തേ. ഗോകുലേ എഴുതിയെടുത്തോ? വേഗം എഴുതിയെടുത്തോ. ജഹാൻ പറയൂ മുത്തേ. വലിയ നമ്പർ വലിയ സൈഡ് മറ്റു 2 സമ്മിനേക്കാൾ ചെറുതായിരിക്കണം. 9 അല്ലേടാ വലുത്? 9 ആണോ വലുത്? 10 അല്ലേ
ബാക്കി രണ്ട് സൈഡ്സ് ആഡ് ചെയ്ത് കിട്ടുന്നതിനേക്കാൾ ചെറുതാവണം. ഇത് നോക്ക്, 5ഉം 4ഉം ആഡ് ചെയ്തപ്പോ നമുക്ക് 9 കിട്ടി. 9 എന്ന് പറയുന്നത് 10നേക്കാൾ ചെറുതല്ലേ? 10 അല്ലേ അവിടെ വലുതായിട്ട് വന്നത്? ആ, വലുത് കിട്ടണം. സമ്മ ചെയ്ത് കിട്ടുന്നത് വലുതായിരിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. ഈക്വൽ ആയിട്ടാണെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ വരയ്ക്കാം. ഈ മറ്റേത് പറ്റില്ല. എല്ലാ സൈഡും 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ അങ്ങനെ വരികയാണെങ്കിൽ വരയ്ക്കാം. മറ്റേ ആഡ് ചെയ്യുമ്പോ ഈക്വൽ ആയിട്ട് വന്നാ പറ്റില്ല. ഈക്വലായി വന്നു. ഇവിടെ നോക്ക്, ആദ്യത്തത് ഈക്വൽ ആയിട്ട് വന്നില്ലേ? 10ന് ഈക്വൽ ആയിട്ട് വന്നില്ലേ മറ്റു രണ്ട് സൈഡും ആഡ് ചെയ്യുമ്പോ? അപ്പൊ പറ്റില്ല. മിച്ചം കിടക്കല്ല. അതെങ്ങനെയാ വരിക? ഇതിപ്പോ 6, ഇത് 10 സെന്റിമീറ്റർ വരച്ചു ആദ്യം. 4 സെന്റിമീറ്റർ മീറ്റ് ചെയ്യുക എവിടെയും, 6 സെന്റിമീറ്റർ മീറ്റ് ചെയ്യുക എവിടെ ആയിരിക്കും? ആ ലൈനിനകത്ത് തന്നെ ആയിരിക്കും മീറ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇങ്ങനെ ട്രയാങ്കിൾ ആക്കാൻ പറ്റില്ല. മനസ്സിലായോ? എപ്പോഴും എന്താ ആലോചിച്ചാൽ മതി അറിയോ? ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് സമ്മിനേക്കാൾ ചെറുതായിട്ട് വരണം. നമ്മൾ സമ്മ് ചെയ്ത് കിട്ടുമ്പോ ആ വാല്യൂ വലുതായിട്ട് വരണം. അത്ര ആലോചിച്ചാൽ മതി. എങ്ങനെ 10 വരുന്നത്? അതെ, ജോഹാന് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ജോഹാന് ട്രയാങ്കിൾ വരക്കാൻ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടില്ലായിരുന്നോ എങ്ങനെയാന്നുള്ളത്? മോൻ എന്ത് ചെയ്യാ അറിയോ? ക്ലാസ് കഴിഞ്ഞിട്ട് 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചു നോക്ക്. അപ്പോ ഈ 6ഉം 4ഉം 10നകത്ത് തന്നെ ആയിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരൊറ്റ ലൈനിലായിരിക്കും അവ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? ഒന്ന് വരച്ചു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ? എപ്പോഴും എന്ത് ശ്രദ്ധിക്കാറേ മക്കളെ? നമ്മൾ സമ്മ് ചെയ്യുന്ന രണ്ട് സൈഡ് ഇല്ലേ, ഏറ്റവും വലിയ സൈഡ് നമ്മൾ എടുക്കും. ബാക്കി നമ്മൾ ആഡ് ചെയ്യുന്ന രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഈ ആദ്യം നമ്മൾ എടുത്ത വലിയ സൈഡിനേക്കാൾ എന്താവണം? വലുതാവണം. സമ്മ് ചെയ്ത് കിട്ടുന്ന വാല്യൂ വലുതായിട്ട് വരണം. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. മിസ് 3 ആംഗിളും ആഡ് ചെയ്യണ്ടേ? പറഞ്ഞോ. യെസ്, വെരി ഗുഡ് ഗുഡ് ട്ടോ. ഓക്കെ ആണല്ലോ? എന്താ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് നിക്കട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളതുണ്ടെങ്കിൽ ഓക്കെ ആണല്ലോ? അതിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. ഇഷാൻ എന്താ ഡൗട്ട്? വേഗം പറഞ്ഞോ മക്കളെ, ബാക്കിയുള്ളത് എഴുതിയെടുക്കട്ടോ. 6 + 6 + 5 6ഉം 5ഉം വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ വരക്കാൻ പറ്റുമെന്നാണോ? പറ്റും. കാരണം ഇതിൽ ഏറ്റവും വലിയ സൈഡ് 6 ആണ്. ഈ 6ഉം ഈ 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 11 അല്ലേ? 6 എന്ന് പറയുന്നത് 11നേക്കാൾ ചെറുതല്ലേ? അപ്പൊ വരയ്ക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായില്ലേ? എങ്ങനെ 3ഉം 6 ആണെങ്കിലോ? സിക്സും 8ഉം 14ഉം 6ഉം 8ഉം 14ഉം 14 എന്ന് പറയുന്നതിനേക്കാൾ വലുതായിരിക്കണം ഏത്? 6ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാല് എത്ര കിട്ടുക? 6ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 14 അല്ലേ കിട്ടുക? അപ്പൊ വരക്കാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായോ? ഓക്കെ മക്കളെ, ഇതിനകത്ത് ഡൗട്ട് ഉള്ളവരാണോ ഈ ഹാൻഡ് റൈസ് ചെയ്തവരൊക്കെ? അല്ല, വേദികക്ക് എന്തായിരുന്നു? അപ്പൊ വേദിക പറയണ്ടേ എനിക്കിത് ഈസി ആയിരുന്നു? കാരണം എന്താ? നമ്മൾ ഇവിടുന്ന് പഠിച്ചതാണെന്ന് പറയണ്ടേ? പറഞ്ഞോ? പോരടക്ക് ഇങ്ങോട്ട് വരാൻ പറ.
എന്നിട്ട് പറ ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാന്ന് പറ. ഓക്കെടാ മുത്തേ, കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞ ചാപ്റ്റർ ടെസ്റ്റ് ഒക്കെ കിട്ടിയിൽ കുറെ പേർക്ക് നല്ല മാർക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. മക്കളെ സൂപ്പർ, സൂപ്പർ. ഓക്കെ ആണല്ലോ മക്കളെ. ഇനി ഇതിൽ നമുക്ക് കുറെ വരക്കാൻ പഠിക്കാനുണ്ട്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നിക്കണം. സ്പന്ദനക്കുട്ടി ഡൗട്ടാണോ? ഇത് മോളിപ്പോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ലാസ്റ്റ് ക്ലാസ്സിന്റെ ലാസ്റ്റ് ഒന്ന് നിക്കട്ടോ, മിസ് പറഞ്ഞുതരാം. കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയായിരുന്നോ? ഓക്കെ, അപ്പൊ മോള് ലാസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂട്ടോ, മിസ് പറഞ്ഞു തരാം കേട്ടോ. അല്ല, ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. പ്രൈസി കുട്ടിക്ക് എന്താ ഡൗട്ട്? 3 ആംഗിളോ? മൂന്ന് ആഡ് ചെയ്യുന്നത് എന്തിനാ? 3 ആഡ് ചെയ്യണ്ട. ഏറ്റവും വലിയ സൈഡ് ഏതാന്ന് വെച്ചാൽ അത് എടുക്കുക. കാരണം നമുക്ക് എന്താണ്, ആംഗിൾ അല്ലല്ലോ തന്നിട്ടുള്ളത്. ഏറ്റവും വലിയ സൈഡ് എടുക്കുക. എന്നിട്ട് ആ സൈഡിനേക്കാൾ വലുതായിരിക്കണം ബാക്കി 2 സൈഡ് ആഡ് ചെയ്യുമ്പോ കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ഓക്കെടാ മക്കളെ. ഇനി നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഈ കാര്യത്തിൽ ഡൗട്ട് ഉള്ളവരൊക്കെ ലാസ്റ്റ് ഒന്ന് നിക്കണം. മിസ് ഒന്നും കൂടെ പറഞ്ഞു തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിന്റെ ചെറിയൊരു പ്രോബ്ലം ആണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോടാ? സെറ്റ് ആണല്ലോ. ഇനി നമ്മൾ വരയ്ക്കാനാണ് പോകുന്നത്. അപ്പൊ എന്റെ എല്ലാ മക്കളും എന്ത് ചെയ്യാ? ശ്രദ്ധിച്ച് നോക്കണം, ശ്രദ്ധിച്ച് വരയ്ക്കണം. ഓക്കെ ആണല്ലോ? ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറെ ജോമെട്രിക് ആയിട്ടുള്ള ഷേപ്സ് വരയ്ക്കാനുണ്ടാവും കേട്ടോ. അപ്പൊ മക്കളെ ഇനി നമ്മൾ തുടങ്ങുകയാണ്. ഡ്രോ ദീസ് ട്രയാങ്കിൾ. മക്കളെ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കണം? നമ്മൾ പറഞ്ഞു നമുക്ക് സൈഡ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു? നമുക്ക് സൈഡ്സ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ കോമ്പസിനകത്ത് പിടിച്ചിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ട്രയാങ്കിൾ വരച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനില് 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, അതുപോലെ തന്നെ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് 3 സൈഡ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രയാങ്കിൾ വരക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്ത് ചെയ്യാ? ആദ്യം 3 or 4 or 5 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാ? ലൈന് വരയ്ക്കുക. എന്നിട്ട് ഇത് 3 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പസിനകത്ത് ആദ്യം 4 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞിട്ട് ആർക്ക് മാർക്ക് ചെയ്യുന്നു. 5 സെന്റിമീറ്റർ എടുത്തിട്ട് വീണ്ടും ഒരു ആർക്ക് മാർക്ക് ചെയ്യുന്നു. ദെൻ ഇത് തമ്മിൽ കൂട്ടി വരയ്ക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? സൈഡ്സ് കിട്ടിക്കഴിഞ്ഞാല് ട്രയാങ്കിൾ വരച്ചിരുന്നത്. പക്ഷെ ഇവിടെ എന്താ മക്കളെ? ഒരു സൈഡ് തന്നിട്ടുണ്ട്, 2 ആംഗിളും തന്നിട്ടുണ്ട്. ഏതൊക്കെ ആംഗിളാണ് നമുക്ക് തന്നിട്ടുള്ളത്? 40 ഡിഗ്രിയും 60 ഡിഗ്രിയും വരുന്ന ഒരു ട്രയാങ്കിൾ ആണ് വരക്കേണ്ടത്. മക്കളെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇത് 40 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയും ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണെന്ന് എന്റെ മക്കളൊന്ന് പറഞ്ഞേ. ഇത് 40 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയും ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണെന്ന് എന്റെ മക്കൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഗോകുൽ കറക്റ്റ് ആണ്. ഗോകുൽ കറക്റ്റ് അല്ല, തെറ്റിപ്പോയി. ഞാൻ ചോദിച്ചത് എന്താ? ഇതിനകത്തുള്ളത് ഈ ആംഗിളിന്റെ വാല്യൂ എത്രയെന്നാണ്. സമ്മല്ല ചോദിച്ചത്. യെസ് അനത് കൃഷ്ണ കറക്റ്റ് ആണ്. ചിന്മയി കറക്റ്റ് ആണ്. ഓ മൈ ഗോഡ്, സീൻ മക്കളെ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. വെരി ഗുഡ്. എത്രയാണ് മക്കളെ? 80 ഡിഗ്രി ആണ്. കാരണം നമുക്കറിയാം ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ഈ ആംഗിൾ 40, ഈ ആംഗിൾ 60. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 100 എന്ന് കിട്ടി. ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 100 വിച്ച് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. സെറ്റ് അല്ലേ ഗോകുൽ? മനസ്സിലായോ? യെസ്, സെറ്റ് ആണ്. ഓക്കെ ആണല്ലോ? ഐൻ സുബൈദ മനസ്സിലായോ? ഓക്കെ, സെറ്റ് ആണ്. ഇനി മക്കളെ നമ്മൾ ഇത് വരയ്ക്കാൻ പോവുകയാണ്. എങ്ങനെയാ വരക്കേണ്ടതെന്ന് നോക്കല്ലേ? നമുക്ക് എങ്ങനെയാ വരക്കാൻ നോക്കല്ലേ? എല്ലാവരും എടുത്തോളൂ. സ്കെയിൽ എടുത്തോളൂ, പെൻസിൽ എടുത്തോളൂ, പ്രൊട്രാക്ടർ എടുത്തോളൂ. റെഡി ആയിരിക്കൂ. അയോന 180 മൈനസ് 40 പ്ലസ് 60 ആണ് ട്ടാ.
രണ്ട് ആംഗിൾ സം ചെയ്തിട്ട് എന്ത് ചെയ്യണം? 180 മൈനസ് ചെയ്യണം. ഇപ്പൊ മനസ്സിലായോ? അയോന റെഡി ആയോ? ഓക്കെ ആയോ? ഓക്കെ ആയെന്ന് കമന്റിലിട്ടേ. യെസ്. എന്ത് ചെയ്യണം മക്കളെ? നമുക്ക് നോക്കാം. എടുത്തോളൂ, സ്കെയിലിനകത്ത് അളവെടുത്തോളൂ, 6 സെന്റിമീറ്റർ ലൈൻ വരച്ചോളൂ. വരച്ചോ? വരച്ചോ? യെസ്, 6 സെന്റിമീറ്റർ വരെ വരച്ചു. വേദിക സെറ്റ് 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 വരച്ചിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. സച്ചിനെ വരച്ചോ? വരച്ചോ? ആ, എല്ലാരും 6 സെന്റിമീറ്റർ വരച്ചില്ലേ? കാർത്തിക് വരച്ചോ? വരച്ചോ? ആ, ഓക്കെ. ഗോഡ്വിൻ വരച്ചോ? ആ, മുഹമ്മദ് വരച്ചോ? മുഹമ്മദേ വരച്ചോടാ? ഓക്കെ മുത്തേ. ആ, ഓക്കെ. ഇനി എന്ത് ചെയ്യണം അറിയോ മക്കളെ? അടുത്തത് എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമ്മൾ എന്ത് ചെയ്യാ? പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ ഈ സൈഡിൽ കുത്തിക്കോളൂ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പ്രൊട്രാക്ടർ വെച്ചോളൂ. എങ്ങനെ വെക്കണം? നമ്മുടെ ഈ വരയുടെ എൻഡ് പോയിന്റും അതുപോലെ തന്നെ നമ്മുടെ പ്രൊട്രാക്ടറിന്റെ സെൻട്രലിൽ കിടക്കുന്ന ആ ഒരു പോയിന്റും ഒരുപോലെ വരുന്ന രീതിയിൽ ദാ ഇതുപോലെ വെക്കൂ. ആദ്യം ഈ സൈഡിൽ വെച്ചാ മതി. ആദ്യം ഒരു സൈഡിൽ വെച്ചാ മതി. വെച്ചോളൂ. അക്ഷത വരച്ചോ? ആ, ഓക്കെ. ഇനി എത്ര മാർക്ക് ചെയ്യണം മക്കളെ? നമുക്ക് എത്രയാണ് എടുക്കേണ്ടത്? 40 ഡിഗ്രിയും 60 ഡിഗ്രിയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും പ്രൊട്രാക്ടറിൽ 40 ഡിഗ്രി മാർക്ക് ചെയ്യണം. മക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ ലൈനും നമ്മൾ വരച്ച ലൈനും അതേപോലെ തന്നെ പ്രൊട്രാക്ടറിന്റെ ആ സൈഡിൽ വരുന്ന ലൈനും ഒരുപോലെ വരുന്ന നമ്മുടെ ലൈൻ വരച്ച ഭാഗത്ത് നിന്ന് വേണം എന്ത് ചെയ്യാൻ? ആംഗിൾ മെഷർ ചെയ്യാൻ. അപ്പൊ നമ്മുടെ ലൈൻ ഇവിടെയാണ് കിടക്കുന്നത്. 0, 10, 20, 40 എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ചരിച്ചിട്ടൊരു വര വരച്ചേ. വേഗം വരച്ചേ. ഋഷികേഷ്, വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റി? എന്ത് പറ്റി പറഞ്ഞോ? ആ, സ്ട്രൈറ്റ് ആയിട്ടിരി. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് മക്കളെ? മറ്റേ എഞ്ചില്, രണ്ടാമത്തെ എഞ്ചില് വീണ്ടും എന്ത് ചെയ്യാ? പ്രൊട്രാക്ടർ വെക്കുന്നു. നമ്മൾ 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ആദ്യത്തെ എഞ്ച് 40 ഡിഗ്രി മാർക്ക് ചെയ്തു. രണ്ടാമത്തെ ഭാഗത്ത് എൻഡ് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു? 60 ഡിഗ്രി മാർക്ക് ചെയ്തു. ആര്യനൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ആര്യനൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ആ, ഓക്കെ. പറയൂ എന്ത് പറ്റി? എന്താണ്? എന്നോട് തെറ്റിയോ? എന്താണ് പറ? വരച്ചോ? വരച്ചില്ലേ? യെസ്, തെറ്റാണ്. ഓക്കെ ആയില്ലേ? ഓക്കെടാ. ഓക്കെ. ഒന്നുകൂടെ പറയാലോ മക്കളെ. ആദ്യം എന്ത് ചെയ്യണം? 6 സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. 6 സെന്റിമീറ്റർ എടുക്കുക, ഒറ്റ വര വരയ്ക്കുക. എങ്ങനെ? സ്കെയിലിൽ 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു എൻഡില് നമ്മുടെ പ്രൊട്രാക്ടർ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഭാഗത്തുനിന്ന് കൗണ്ട് ചെയ്ത് 40 ഡിഗ്രി വരുന്ന രീതിയിൽ ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. പിന്നെ പ്രൊട്രാക്ടർ എന്ത് ചെയ്യുക? ഈ ഭാഗത്ത് വരയ്ക്കുക. എന്നിട്ടോ ഇവിടെ 60 ഡിഗ്രി വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ട് ഈ രണ്ട് ലൈൻസ് ഒന്ന് കൂട്ടിമുട്ടിക്കുക. ഓക്കെ ആണോ? സെറ്റാണോ? യെസ്, സെറ്റാണ്. ഓക്കെയാണ്. വരച്ചു. ഗുഡ്. ദേവദത്ത് മനസ്സിലായില്ലേ? സെറ്റായില്ലേ? ഓക്കെ.
ഓ, ഇവിടെ എല്ലാവരും ശ്രീയൊക്കെ പറയുന്നുണ്ട് വരച്ചു കഴിഞ്ഞവരൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. തീർത്ഥക്കുട്ടി പറയൂ, എന്താ ഡൗട്ട് പറ. എവിടെ 80 കിട്ടി? ആംഗിളോ? ആ, ഇവിടെ 40 ഡിഗ്രി ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിലില്ലേ? ഇത് 60 ഡിഗ്രി ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിലില്ലേ? ഒരു ട്രയാങ്കിളിന്റെ മൊത്തം ആംഗിളിന്റെ സം എത്രയാ? 3 ആംഗിൾ ആണ് നമ്മുടെ ട്രയാങ്കിളിനകത്തുള്ളത്. മൊത്തം ആംഗിളിന്റെ സം എത്രയാ പറ? 180 ആണല്ലോ. അപ്പൊ ഈ ആംഗിളും കൂടെ കൂട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ? 180 എഴുതാൻ. ഓക്കെ ആണല്ലോ. നമുക്ക് 2 ആംഗിൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? 40 + 60 100 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ആംഗിൾ 180 ആണെന്ന് നമുക്കറിയാം. ആ ടോട്ടൽ ആംഗിളിന്ന് തന്നിട്ടുള്ള 2 ആംഗിൾ എന്ത് ചെയ്യാ? മൈനസ് ചെയ്യാ, 100. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 80. മനസ്സിലായില്ലേ? ഓക്കെ, എല്ലാവരും വരച്ചു കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് അടുത്തത് വരയ്ക്കാൻ പോവാ. അൻസാഫേ വരച്ചോ? അൻസാഫ് വരച്ചില്ലേ? കീർത്തന വരച്ചോ? കീർത്തന എന്താ വേറെ പരിപാടി? ഞാൻ കണ്ടല്ലോ. ചന്ദ്രയാവാൻ നോക്കിയതാണോ? ഓക്കെ ഓക്കെ, വേഗം വരയ്ക്കൂട്ടോ. ഓക്കെടാ, ഓക്കെ ഓക്കെ. വരച്ചില്ലേടാ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് വരയ്ക്കാൻ പോവാ. മക്കളെ, ഈ ചാപ്റ്ററിൽ കുറെ വരക്കാനാണ്. ഞാൻ പോകുമ്പോൾ നിങ്ങളെ കൊണ്ട് ഞാൻ വരക്കാൻ പഠിപ്പിക്കും. അതാണ്. ഓക്കെ ആണല്ലോ? സെറ്റാണ്. ഫിനിഷ്. നെക്സ്റ്റ്. മക്കളെ, ഇത് വരച്ചു കഴിഞ്ഞില്ലേ? എല്ലാവരും വരച്ചു കഴിഞ്ഞില്ലേ? ടീച്ചറേ, എന്തോ ഇഷാനെ വരച്ചില്ലേ? പറ. ആ, പറഞ്ഞോ. യെസ്. എഴുതണ്ടല്ലോന്നോ? അത് എഴുതണായിരുന്നു. ഫസ്റ്റ് സ്ലൈഡ് കാണിച്ചു തന്നതല്ലേ? ഇതിങ്ങനെ വരച്ചാ മതി, ഇതിലൊന്നും എഴുതണ്ട. ഇതിങ്ങനെ വരച്ചു വെച്ചാ മതി. വരക്കാൻ അറിയില്ലേ? വരച്ചാ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ. സച്ചിൻ പറഞ്ഞോ. ഓക്കെ. അയ്യോ, മോൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കട്ടോ. ഓക്കെ ആണല്ലോ? കറണ്ട് വന്നിട്ട് നമുക്ക് വരയ്ക്കാം. സെറ്റ് അല്ലേ? ഓക്കെ. 1 അല്ല 2 അല്ല 3 എണ്ണവും ഞാൻ വരച്ചു. പ്രൈസി, ഗ്രേറ്റ് പ്രൈസി. ഓക്കെ ആണല്ലോ മക്കളെ? എന്നാ എന്റെ മക്കൾക്ക് ഞാനൊരു ഹോംവർക്ക് തരാൻ പോവുകയാണ്. എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? ഹോംവർക്ക് ആണ്. എല്ലാവരും വരക്കണേ. ട്രയാങ്കിൾ വരക്കണേ. 5 സെന്റിമീറ്റർ, 45 ഡിഗ്രി, 30 ഡിഗ്രി. എങ്ങനെ വരും നിങ്ങൾക്ക്? ഈ ഷേപ്പിലായിരിക്കില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും കേട്ടോ ട്രയാങ്കിൾ വരുന്നത്. ഈ ഒരു ഷേപ്പിലായിരിക്കും ട്രയാങ്കിൾ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ ഇതൊന്ന് വേഗം ഹോംവർക്ക് ആയിട്ട് വരച്ചേ. 45 ഡിഗ്രിയും 30 ഡിഗ്രിയും വരുന്ന ഒരു ട്രയാങ്കിൾ എന്റെ മക്കൾ ഹോംവർക്ക് ആയിട്ട് വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? മിസ്സിന് അയച്ചു തരണം. മിസ് ചോദിക്കും. ഓക്കെ ആണല്ലോ? ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്ക് ആയിട്ട് വരയ്ക്കണം. റഫ് ആയിട്ട് വരച്ചു വെച്ചാൽ മതി. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടെ ഒരു 45, 30 എന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. റഫ് ആയിട്ട് വരച്ചു വെച്ചാൽ മതി. ആവണിക്കുട്ടി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എന്താ മോള് പറഞ്ഞ? എനിക്ക് മനസ്സിലായില്ല. ഓക്കെ കേട്ടോ. ഓക്കെ തെറ്റാണ് മക്കളെ. ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാണേ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ മക്കളെ.
നമ്മൾ ഒരു ട്രയാങ്കിൾ അല്ലേ മക്കളെ വരച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? രണ്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. ഒരേ ലൈനിൽ തന്നെ ഒരേപോലെയുള്ള വലുതും ചെറുതുമായി ഒരേ ആംഗിളിൽ വരുന്ന ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. നോക്കാം. നമ്മൾ ചെയ്ത സെയിം സാധനമാണ്, പക്ഷെ ഇവിടെ ഒരു ചെറിയ ട്രിക്ക് മിസ് എന്ത് ചെയ്യാൻ പോവാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. രണ്ട് ട്രയാങ്കിൾ വരയ്ക്കുമ്പോ നിങ്ങൾക്ക് ഒരു ചെറിയ സൂത്രം, ഒരു ചെറിയ ടെക്നിക്ക് എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. വരക്കല്ലേ? വരക്കല്ലേ? റെഡിയല്ലേ മക്കളെ? മക്കളെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നിർത്തി വെച്ചാണേ എല്ലാവരും. ആരും ഇനി എന്ത് ചെയ്യരുത്? വേറുള്ള പരിപാടിക്ക് ഒന്നും നിൽക്കരുത്. ഇത് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ ഓക്കെ സെറ്റ്. അപ്പൊ മക്കളെ എങ്ങനെയാണ് വരയ്ക്കാന്ന് നോക്കാം. ഇവിടെ നോക്കും മക്കളെ. ആദ്യം ഒരു 6 സെന്റിമീറ്റർ കാണുന്നുണ്ട്, പിന്നെ ഒരു 4 സെന്റിമീറ്റർ കാണുന്നുണ്ട്. അപ്പൊ മൊത്തം എത്രയാ വരുന്നത്? 10 സെന്റിമീറ്റർ അല്ലേ? ലെങ്ത് മൊത്തം 10 സെന്റിമീറ്റർ അല്ലേ വരുന്നത്? അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാ? ഒരു 10 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് 6 സെന്റിമീറ്ററിന്റെ അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ. 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ. വേഗം എന്ത് ചെയ്തോളൂ, വേഗം എന്ത് ചെയ്തോളൂ. മിസ് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. 10 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററുമായിട്ട് എന്ത് ചെയ്യുക? അത് സ്പ്ലിറ്റ് ചെയ്ത് മാർക്ക് ചെയ്യുക കേട്ടോ. കണ്ടോ? 6 സെന്റിമീറ്റർ ആദ്യം 6 സെന്റിമീറ്ററും ദെൻ 4 സെന്റിമീറ്ററും ആയിട്ട് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഒറ്റ ലൈന് വരച്ചാൽ മതി. എന്നിട്ട് 2 മാർക്കിംഗ് കൊടുത്താൽ മതി. അപ്പൊ എന്തുണ്ടാവില്ല? ലൈനിൽ ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോടാ? ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെയാണ്. ഓക്കെ വരച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു ആംഗിള് 40 ഡിഗ്രിയും മറ്റേ ആംഗിള് 60 ഡിഗ്രിയും 60 ആയിരുന്നില്ലേ അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മാർക്ക് ചെയ്യാണ്. നോക്കിയോളൂ കേട്ടോ മക്കളെ. പ്രൊട്രാക്ടർ വെച്ചോളൂ. പ്രൊട്രാക്ടർ വെച്ചോളൂ. 40 ഡിഗ്രി ആയിട്ട് മാർക്ക് ചെയ്തോളൂ. യെസ് 50 and 70 ആണ് ട്ടാ. 50 and 70 ആണ്. 50 and 70 ആണ്. ഇവിടെ 50 ഡിഗ്രിയും ഇവിടെ 70 ഡിഗ്രിയും ആണ് ട്ടോ മക്കളെ. 50 and 70 ഡിഗ്രി ആണ്. ഗോഗിൾ ഗുഡ് ഗുഡ് ഗുഡ്. താങ്ക് യു ഡാ. 50 ഡിഗ്രിയും 70 ഡിഗ്രിയും ആണ്. അദ്രാക്ഷ വരച്ചോ? വരച്ചോ? ഓക്കെ ഓക്കെ ആണ്. സെറ്റാണ്. വരച്ചു വരച്ചു. 70 ഡിഗ്രി മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തോ? മാർക്ക് ചെയ്തോ? മാർക്ക് ചെയ്തോ? യെസ്. ഇനി എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീണ്ടും സെറ്റ് സ്ക്വയർ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് ഇവിടെ വീണ്ടും 50 ഡിഗ്രിയും ഈ സൈഡിൽ നിന്ന് വീണ്ടും 70 ഡിഗ്രിയുമായിട്ട് മാർക്ക് ചെയ്യാം. അങ്ങനെ ചെയ്താലും എന്തില്ല? കുഴപ്പമില്ല കേട്ടോ. പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ ഭാഗത്തുനിന്ന് വീണ്ടും 50 അളവെടുക്കുക, ഈ ഭാഗത്തുനിന്ന് വീണ്ടും 70 ഡിഗ്രി മെഷർമെന്റ് എടുക്കുക. അൺസഫ് ഡൗട്ട് ഒന്ന് കമന്റിൽ ഇടുവോ? ഞാൻ മോം ഒന്ന് പറഞ്ഞേ, അൺമ്യൂട്ട് ആക്കി. എന്താണെടാ?
കേൾക്കാൻ പറ്റുന്നില്ല. 4 സെന്റിമീറ്റർ ട്രയാങ്കിളിനും സെയിം മെഷർമെന്റ് ആണ് മുത്തേ. എത്ര? 50യും 70യും. അപ്പൊ ചെറിയൊരു ട്രയാങ്കിൾ ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. കണ്ടോ? 50യും 70യും തന്നെ. ഓക്കെ ജഹാൻ പറഞ്ഞോ. എത്തിയില്ലല്ലോ, വരക്കാൻ കഴിഞ്ഞില്ലല്ലോ. വരക്കാൻ കഴിയില്ല. 6ഉം 4ഉം 10ഉം വെച്ച് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയില്ല. അനന്തിന് എന്താ പ്രശ്നം? മനസ്സിലായില്ലേ? ചൊനാദേ എന്തു പറ്റി? പറഞ്ഞോ. ഹലോ പറഞ്ഞോ. അയ്യോടാ ഇവിടെയല്ല സ്റ്റെക്ക്. മോനൊന്ന് എന്താ ലീവായിട്ട് ഒന്നുകൂടെ ജോയിൻ ചെയ്യാവോ? അല്ലെങ്കിൽ ഒന്ന് റേഞ്ച് ഉള്ളിടത്ത് മാറിയിരിക്കാവോ? ഇല്ലല്ലോടാ, ഇവിടെ കറക്റ്റ് ആണ്, സെറ്റ് ആണല്ലോ. നമ്മുടെ വൈഫൈ 4 വൈഫൈ കണക്ട് ചെയ്യുന്നത് ഇവിടെ. ഇപ്പൊ റെഡി ആയില്ലേ? ഇപ്പൊ പ്രശ്നമില്ല. ഇപ്പൊ മുമ്പ് പറയുന്നത് എനിക്ക് കേൾക്കാലോ കറക്റ്റ് ആയിട്ട്. ഇപ്പൊ സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോടാ. വരച്ചോ? കഴിഞ്ഞോ? ഇനി ഇതുപോലെ വരക്കാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരച്ചൂടെ മക്കളെ? വരച്ചൂടെ? ഇനി നമ്മൾ എന്ത് ചെയ്യറിയോ? പാരലൽ ആയിട്ട്, അതായത് മക്കളെ ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ആവണിക്കുട്ടി ശ്രദ്ധിച്ചോ? ഞാൻ കണ്ടു. ഓക്കെ ആണല്ലോ. എന്ത് ചെയ്യണമെന്നറിയോ? ഈ ലൈനും ഇവിടെ നോക്കണേ മക്കളെ. ഇവിടെ ഈ വരുന്ന ലൈനും എന്താണ്? പാരലൽ ലൈൻസ് ആണ് കേട്ടോ. ഇങ്ങനെ പാരലൽ ആയിട്ട് ലൈൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഈ കാണുന്ന ഈ ലൈനും പാരലൽ ആണ്. ഇങ്ങനെ പാരലൽ ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് സ്ക്വയറും അതേപോലെ തന്നെ നമ്മുടെ സ്കെയിലും യൂസ് ചെയ്തിട്ട് ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. അത് മിസ് ഒന്ന് കാണിച്ചു തരാവേ. എന്റെ മക്കൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. എല്ലാവരും നോക്കിക്കോളെ, എല്ലാവരും ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നമ്മൾ സെറ്റ് സ്ക്വയറും നമ്മുടെ സ്കെയിലും വെച്ചിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക എന്നുള്ളത്. എല്ലാവരും നോക്കിക്കോളൂട്ടോ, എല്ലാവരും നോക്കിക്കോളെ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഒരു 8 സെന്റിമീറ്ററിൽ വര വരച്ചു. എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ട്രിക്കാണ്, ഇനി ആരും മാറിപ്പോവരുതേ. 8 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചു. അതിനുശേഷം നമ്മൾ 50 ഡിഗ്രിയും 70 ഡിഗ്രിയുമായിട്ടൊരു ട്രയാങ്കിൾ വരച്ചു. ഇനി മക്കളെ നമ്മൾ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാൻ പോവുകയാണേ. എങ്ങനെയെന്നറിയോ? നോക്കണേ. ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ മക്കളെ? നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ വരച്ച അളവ് എന്ന് പറയുന്നത് ഇത് 8 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഒരു 4 സെന്റിമീറ്റർ, then 2 സെന്റിമീറ്റർ, then 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നറിയോ? ആദ്യം ഒരു വലിയ ട്രയാങ്കിൾ കിട്ടും, പിന്നെ അതിനേക്കാൾ ചെറുത് കിട്ടും, പിന്നെ അതിനേക്കാൾ ചെറുത് കിട്ടും, പിന്നെ അതിനേക്കാൾ ചെറുത് കിട്ടും. പക്ഷെ ഇതിന്റെ ആംഗിൾ എന്തായിരിക്കും എന്നറിയോ? ഇവിടെ 50 ഡിഗ്രിയും ഇവിടെ 70 ഡിഗ്രിയും ആയിരിക്കും. ഇതിൻ്റെതും 50 ഡിഗ്രി, ഇവിടെയും 70 ഡിഗ്രി, ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി, ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി. ഇങ്ങനെയായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഒരേ അളവിലുള്ള കുഞ്ഞു ട്രയാങ്കിള് പാരലായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നത് എങ്ങനെയാ വരക്കുക എന്ന് നമുക്ക് നോക്കാം. നോക്കിയോളൂ മക്കളെ, എങ്ങനെയാണെന്ന് നോക്കിയോളൂ ട്ടോ.
എന്റെ മക്കളെ, നിങ്ങൾ നേരത്തെ വെച്ച ഫിഗർ ഇല്ലേ, അതിനകത്ത് ഒരു സൈഡില് പ്രൊട്രാക്ടർ അതിന്റെ ലെവൽ കറക്റ്റ് ആക്കി ഇതുപോലെ വെച്ചേ. ആദ്യം എന്ത് ചെയ്യാ, നിങ്ങളുടെ സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ ഒരു ലൈന് കണ്ടോ, നമ്മൾ ഇവിടെ വരച്ച ഈ ഒരു ലൈന് കണ്ടോ, ആ ലൈനിന് കറക്റ്റ് ആക്കിയിട്ട് വെച്ചേ. തിരിയും മറിയും ഒന്നും ചെയ്യാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെച്ചേ. അളവൊന്നും മാറരുതേ. വെച്ചോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ സെറ്റ് സ്ക്വയറിന്റെ ഈ 90 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴോട്ട് നിൽക്കുന്ന ഒരു ഭാഗല്ലേ, താഴോട്ട് നിൽക്കുന്ന ഒരു ഭാഗല്ലേ, ആ ഭാഗത്ത് എന്ത് ചെയ്യാ, സ്കെയിൽ വെക്കുക. അതും എന്ത് ചെയ്യണം, ഒരേ അളവിലായിട്ട് വരണം, ഒരേ അളവിലായിട്ട് വരണം. ഹസ്ന, ഹസ്ന, വരക്ക് വരക്ക് വരക്ക്, നീ തന്നെ വരക്ക്. ഇതുപോലെ വെച്ചോ, ഇതുപോലെ വെച്ചോ. ഇനി മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്കെയിൽ അമർത്തി പിടിക്കാട്ടോ. ആ സ്കെയിൽ ഇനി എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യരുത്, അവിടുന്ന് മൂവ് ചെയ്യരുത്. സ്കെയിൽ ടൈറ്റ് ആയിട്ട് അമർത്തി പിടിക്കുക. എന്നിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയർ മെല്ലെ അങ്ങ് താഴ്ത്തിയിട്ട് ഈ പോയിന്റിൽ വരുന്നത് വരെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് മെല്ലെ താഴ്ത്തി കൊടുക്കണേ. നോക്കൂട്ടോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. സ്കെയിൽ അവിടെ അമർത്തി പിടിക്കുക. സ്കെയിൽ ഇനി എന്ത് ചെയ്യരുത്, മൂവ് ചെയ്യരുത്. കണ്ടോ, സ്കെയിൽ മൂവ് ചെയ്യാതെ അത് ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് സെറ്റ് സ്ക്വയർ മെല്ലെ അങ്ങ് താഴ്ത്തി കൊടുക്കുക. എവിടെ, ഈ പോയിന്റ് വരെ കേട്ടോ. ഇവിടെ ഈ മിസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റ് വരെ, ഈ ഒരു പോയിന്റ് വരെ താഴ്ത്തി കൊടുത്തോ, താഴ്ത്തി കൊടുത്തോ. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം അറിയോ മക്കളെ, പെൻസിൽ എടുക്കുക, നേരെ ഇതിങ്ങനെ നീട്ടി അങ്ങ് വരയ്ക്കുക. ഒറ്റ ലൈൻ. ഈ സെറ്റ് സ്ക്വയർ ഇനി അണങ്ങരുതേ. സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യരുത്, മൂവ് ചെയ്യരുത്. നേരെ ഒരു വര വരയ്ക്കുക. വരച്ചോളൂ, വരച്ചോളൂ, വരച്ചോളൂ. കണ്ടോ, കണ്ടോ, അത് കുറച്ച് നീട്ടി അങ്ങ് വരയ്ക്കുക. വരച്ചോ. മറ്റേ പോലെ ചെയ്താലും മതി, പക്ഷെ ഇതും കുറച്ചുകൂടി നല്ലതാണ് മക്കളെ. ഇനി നിങ്ങളുണ്ടല്ലോ, അളവ് മറ്റേത് എടുത്തെടുത്തെടുത്ത് വരച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, സെറ്റാണ്. പക്ഷെ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ ആണല്ലോ? അഥവാ ലൈൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ, ആംഗിളിന്റെ കേസിൽ കറക്റ്റ് ആണ്. പക്ഷെ ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ഫിഗറും കൂടെ വരയ്ക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ? ഇത് ആംഗിൾ അളവെടുത്ത് വരച്ചാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? നോക്കിയോളൂ ട്ടോ. ഇനി എല്ലാവരും സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യാ, മറ്റേ സൈഡിലോട്ടാക്കി വെക്കുക. ഇനി എന്ത് ചെയ്യാ, സ്കെയിൽ ഇവിടെ കണ്ടോ, കിടക്കുന്ന കണ്ടോ താഴെ, അതുപോലെ വെക്കുക. സ്കെയിൽ അമർത്തി പിടിക്കണേ. സ്കെയിൽ ഇനി എന്ത് ചെയ്യാൻ പാടില്ല, മൂവ് ചെയ്യാൻ പാടില്ല. സെറ്റ് സ്ക്വയർ പതുക്കെ മൂവ് ആക്കുക. ഏത് വരെ മൂവ് ആക്കുക, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത അടുത്ത പോയിന്റ് വരെ മൂവ് ആക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത പോയിന്റ് വരെ നമ്മൾ മൂവ് ആക്കുക. കണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഗൂഗിളേ ഞാൻ വിളിക്കാട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാവേ. ഒരു മിനിറ്റ്. ജൊഹാൻ ഞാൻ വിളിക്കാട്ടോ. ആപിത് ഹരി. ഓക്കെടാ, കറന്നില്ല. മോൻ എന്ത് ചെയ്യണമെന്നറിയോ, ഇതിന്റെ വീഡിയോ മിസ്സിനോടൊന്ന് ചോദിക്കണം കേട്ടോ. ക്ലാസ് ടീച്ചറോടൊന്ന് ചോദിക്കട്ടോ. ഓക്കെ ആണോ?
കൂട്ടി വരച്ചോ? ഈ പ്രോസസ് തന്നെയാണ് മക്കൾ ഇനി എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. മനസ്സിലായോ? പാരലൽ ആയിട്ടുള്ള ലൈൻസ് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് എന്ത് ചെയ്യുക? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഇത് ഓക്കെ ആണല്ലോ, ഇത്ര വരെ നോക്കിയാൽ മതി. ഇനി നോക്കട്ടെ, എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. പാരലൽ ആയിട്ട് ഈ ലൈനിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ നിങ്ങളോട് പറഞ്ഞ എന്ത് ചെയ്യറിയോ? ഇതിന് കറക്റ്റ് ആക്കിയിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെക്കുക. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഈ സെറ്റ് സ്ക്വയറിന് ചാരിയിട്ട് നമ്മുടെ സ്കെയില് വെക്കുക. എന്നിട്ട് സ്കെയിൽ ടൈറ്റ് ആക്കി പിടിച്ചിട്ട് ഈ സെറ്റ് സ്ക്വയർ മുകളിലോട്ട് നീക്കുക. അപ്പൊ നമുക്ക് ഇത്ര അളവ് വരെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മുകളിലോട്ട് നീക്കിയിട്ട് ഈ സ്കെയിൽ അവിടെ നിന്ന് മാറ്റി കൊടുക്കുക. ഇവിടെ ഒരു വര വരയ്ക്കും. ഓക്കെ ആണല്ലോ? സെറ്റ് സ്ക്വയർ മൂവ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാരലൽ ലൈൻസ് വരയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ? പ്ലീസ് ഷോ വൺസ് അഗൈൻ മിസ് കാണാനില്ല. ഓക്കെടാ, ഒരു മിനിറ്റ്. ഇത് ഒരു പ്രാവശ്യം കൂടെ മിസ് കാണിച്ചു തരാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം? ഒരു ഫിഗറും കൂടെ നിങ്ങൾക്ക് വരയ്ക്കാനുണ്ട്, അത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ മൂവ് ആക്കേണ്ടത് എന്ന് മനസ്സിലാവും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഒരു ഫിഗറും കൂടെ വരയ്ക്കാനുള്ളത് മിസ് കാണിച്ചു തരാം. അപ്പൊ സെറ്റാണോ? സെറ്റാണോ? ഗോകുൽ കൃഷ്ണ പറയൂ, പറഞ്ഞോ. ഈ ലൈനാ? അതെങ്ങനെ അറിയോടാ? അതെങ്ങനെ അറിയോ? അത് മൊത്തത്തിലുള്ള അളവല്ല. ആദ്യം നമ്മൾ 8 സെന്റിമീറ്റർ വരച്ചു, എന്നിട്ട് അതിന്റെ പകുതി 4 സെന്റിമീറ്റർ വരച്ചു, പിന്നെ അതിന്റെ പകുതി 2 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ, 1/2 സെന്റിമീറ്റർ, അങ്ങനെ 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 പോകും. ഓക്കെ ആണല്ലോ? അതിന് നിനക്ക് വേണമെങ്കിൽ 8 സെന്റിമീറ്റർ വരയ്ക്കുക, 6 സെന്റിമീറ്റർ ആക്കുക, 4 സെന്റിമീറ്റർ ആക്കുക. അതിങ്ങനെ ചെറുതാക്കി വരക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണോ? ചെറുത് ആദ്യം നമ്മൾ 8 വരച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ ചെറിയ വാല്യൂ 7 വേണമെങ്കിൽ 7 എടുക്കാം, 6 വേണമെങ്കിൽ 6 എടുക്കാം. ചെറുതാക്കി വരണം. ഓക്കെ? 4 മതി. 4 ട്രയാങ്കിൾ വരച്ചാൽ മതിയോ എന്നാണോ? മതി. എത്രയും വരയ്ക്കാം. പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുന്നത് എങ്ങനെ മനസ്സിലായില്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. സെറ്റ് സ്ക്വയർ കൊണ്ട് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലേടാ? ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി എല്ലാവരും ശ്രദ്ധിക്കണേ. നമ്മൾ ഇനി വേറൊരു ഫിഗർ കൂടെ വരയ്ക്കുന്നുണ്ട്. ആ ഫിഗർ കൂടെ വരയ്ക്കുമ്പോൾ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യും? സെറ്റ് സ്ക്വയർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാവും. ഓക്കെ ആണല്ലോ? വരയ്ക്കല്ലേ? റെഡിയാണോ? റെഡിയാണോടാ? ഓക്കെ. നമ്മളിപ്പോ ഈ ഫിഗറിൽ വരച്ചത് ഇങ്ങനെയല്ലേടാ? ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എങ്ങനെ അറിയോ? ഇങ്ങനെ നമ്മളെ ക്രിസ്മസ് ട്രീ ഇല്ലേ? ക്രിസ്മസ് ട്രീന്റെ വേറൊരു ഷേപ്പ്. എന്നിട്ട് ഇതിനെ മൊത്തം ഒരു ട്രയാങ്കിളിന്റെ അകത്താക്കും. ഇങ്ങനെ ഒരു ഷേപ്പ് ഉള്ളതാണ് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. കാണുമ്പോ അയ്യോ ടഫാണെന്നൊക്കെ തോന്നും, പക്ഷെ സിമ്പിൾ ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാൻ മക്കളെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് 3 സൈഡ് തന്നിട്ട്, അതായത് 4 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക എന്നാണ് പറയുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്ക് സൈഡ്സിന്റെ അളവ് തന്നിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരളവ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. 5 വേണമെങ്കിൽ 5 വരയ്ക്കാം, 3 വേണമെങ്കിൽ 3 വരയ്ക്കാം, ഏത് വേണമെങ്കിലും വരയ്ക്കാം. എന്നിട്ട് ബാക്കി വരുന്ന 2 സൈഡ്സ് കോമ്പസിനകത്ത് എടുത്തിട്ട് ഇവിടെ കുത്തുക, ആർക്ക് മാർക്ക് ചെയ്യുക, ഇവിടെ കുത്തുക, ഈ സൈഡിൽ കുത്തുക, ഇങ്ങോട്ട് ആർക്ക് മാർക്ക് ചെയ്യുക. അങ്ങനെ ഇത് എന്ത് ചെയ്യുക? ട്രയാങ്കിൾ ആക്കാം. ആംഗിൾസ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? 5 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ തന്നിട്ടുള്ള ആംഗിൾ എത്രയാണോ അത് മെഷർ ചെയ്യുക, ഇവിടെ തന്നിട്ടുള്ള ആംഗിൾ എത്രയാണോ അത് ഇങ്ങോട്ട് മെഷർ ചെയ്യുക. അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കിൾ വരയ്ക്കാം. 2 സെറ്റിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ വരയ്ക്കുന്നത്. ഇത് കണ്ടോ മക്കളെ? വരയ്ക്കാൻ നോക്കണേ എല്ലാവരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു തരാം. ഇതൊന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. ഓക്കെ ആര്യൻ, സെറ്റ്. എല്ലാവരും ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂട്ടോ, എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടതെന്നുള്ളത്. ഓക്കെ ആണല്ലോ? നമ്മുടെ മെഷേഴ്സ് എത്രയാ വരുന്നത്? ആദ്യം നോക്ക് മക്കളെ, നമ്മുടെ ഈ താഴെ കിടക്കുന്ന ഈ ആളെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഈ ആളുടെ ഒരളവ് എന്ന് പറയുന്നത്, ഏറ്റവും ബേസിൽ വരുന്ന അളവ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. സൈഡ്സ് വരുന്നത് 1 8 സെന്റിമീറ്ററും
ഒന്ന് 10 സെന്റിമീറ്ററും ആണ്. പിന്നെ അതിനുശേഷം നമുക്ക് അതിന്റെ മുകളിലായിട്ട് വരയ്ക്കേണ്ട ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്, മറ്റേ സൈഡ്സ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ആണ്. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലായിട്ട് വരയ്ക്കേണ്ടത് 3 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി ഇത് എങ്ങനെ വരക്കാം നമുക്ക് നോക്കാം. റെഡി അല്ലേ മക്കളെ? നിങ്ങൾ റെഡി അല്ലേ? നോക്കിയോട്ടോ മക്കളെ. എല്ലാവരും സ്കെയിലില് 12 സെന്റിമീറ്റർ മാർക്ക് ചെയ്തേ. 12 സെന്റിമീറ്റർ മാർക്ക് ചെയ്തേ മക്കളെ. പേജിന്റെ ഒരു അതായത് അവസാന ഭാഗത്ത് നിന്ന് വരച്ചോളൂ കേട്ടോ. മുകളിൽ കൊണ്ടുപോയി വരയ്ക്കരുതേ, കാരണം നമുക്ക് മുകളിലേക്കായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. അപ്പൊ ബുക്കിന്റെ ഏറ്റവും താഴെയായിട്ട് വരച്ചാൽ മതി. 12 സെന്റിമീറ്റർ മാർക്ക് ചെയ്യൂ, വേഗം മാർക്ക് ചെയ്യൂ. സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഓപ്ഷന് ഓക്കെ ലാപ്ടോപ്പിൽ ഐ തിങ്ക് തോന്നുന്നു ഷിഫ്റ്റും കൺട്രോൾ ഷിഫ്റ്റ് എസ് അടിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ആവുന്നു തോന്നുന്നു കേട്ടോ മോളെ. ഓക്കെ 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 വരച്ചോടാ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, 12 സെന്റിമീറ്റർ വരച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡ് വരക്കേണ്ടത് 8 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും ആണ്. അതായത് ഈ ഒരു സൈഡ് വരുന്നത് 8 സെന്റിമീറ്ററും ഈ ഒരു സൈഡ് വരുന്നത് 10 സെന്റിമീറ്ററും ആണ്. അപ്പൊ എന്ത് ചെയ്യണം, 8 സെന്റിമീറ്റർ ഞാൻ പറഞ്ഞു സൈഡാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പസിനകത്താണ് എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടതെന്ന് മിസ് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, കോമ്പസ് എടുത്തോളൂ. എന്നിട്ട് എത്ര മാർക്ക് ചെയ്യണം, 8. കറക്റ്റ് ആയിട്ട് സ്കെയിലിനകത്ത് വെച്ചിട്ട് 8 സെന്റിമീറ്ററിൽ കറക്റ്റ് ആക്കി കോമ്പസ് വെച്ചേ മക്കളെ. കോമ്പസ് എന്ത് ചെയ്യരുത്, മൂവ് ചെയ്യരുത്. അളവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യരുത്, നിങ്ങൾ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ അതെന്ത് ചെയ്യുക, വലിച്ചെടുക്കുക ഒന്നും ചെയ്യരുത്. കറക്റ്റ് ടൈറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, കോമ്പസ് വെക്കണം. അപ്പൊ എന്റെ മക്കൾ ചെയ്തോളൂ. കോമ്പസ് എടുക്കുക, 8 സെന്റിമീറ്റർ അതിനകത്ത് പിടിക്കുക. കോമ്പസിനകത്ത് 8 സെന്റിമീറ്റർ വെച്ചോ. വിൻഡോസ് പ്ലസ് പ്രിന്റ് സ്ക്രീൻഷോട്ട്. എടാ പലരുടെയും ഇതില്ലേ കീബോർഡ് പല ടൈപ്പ് ആയിരിക്കും. മിസ്സിന്റെ ലാപ്പിൽ എങ്ങനെയാ അറിയോ, സ്ക്രീൻഷോട്ട് എടുക്കുക, ഷിഫ്റ്റും അതേപോലെ തന്നെ സ്ക്രീൻഷോട്ടിന്റെ ഒരു ബട്ടൺ ഉണ്ട്. ഫംഗ്ഷനും ഷിഫ്റ്റും നെക്കി കഴിഞ്ഞാൽ എന്ത് വരും, സ്ക്രീൻഷോട്ട് വരും. കീബോർഡിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ അല്ലോ. മിസ് അടുത്ത ക്ലാസ്സിൽ മിസ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയാണ് കോമൺ ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുക എന്നുള്ളത് മിസ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ. ഇത് 8 സെന്റിമീറ്റർ അളവ് എടുത്തോ. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ ഭാഗത്താണ് എന്ത് മക്കളെ, 8 സെന്റിമീറ്റർ വരേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ സൈഡില് അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഭാഗത്ത് കോമ്പസ് അമർത്തി വെച്ചിട്ട് ആർക്ക് മാർക്ക് ചെയ്യണം. എന്താണ്, കോമ്പസ് വെച്ചിട്ട് 8 സെന്റിമീറ്റർ നിങ്ങൾ ഓൾറെഡി വെച്ചില്ലേ. ഓക്കെ ആണല്ലോ. കണ്ടോ, 8 സെന്റിമീറ്റർ മാർക്ക് ചെയ്യൂ. ലെഫ്റ്റ് സൈഡിനകത്ത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യാ, കോമ്പസ് കുത്തിയിട്ട് ആർക്ക് മാർക്ക് ചെയ്യുക. ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, സർക്കിളിന്റെ ഒരു ചെറിയ പാർട്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഏതാ മക്കളെ നിങ്ങൾക്ക് വരയ്ക്കാനുള്ളത്, അടുത്ത പാർട്ട് ഏതാ വരയ്ക്കാനുള്ളത്, 10 സെന്റിമീറ്റർ ആണല്ലേ. കാരണം ഈ പാർട്ട് അതായത് രണ്ടാമത്തെ സൈഡ് വരുന്നത് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം, കോമ്പസിനകത്ത് 10 സെന്റിമീറ്റർ എടുക്കൂ. കോമ്പസിനകത്ത് 10 സെന്റിമീറ്റർ എടുത്ത് വെക്കൂ. ദാ ഇതുപോലെ എടുത്ത് വെക്കൂ. 10 സെന്റിമീറ്റർ എടുത്ത് വെച്ച് എല്ലാവരും കോമ്പസിനകത്ത് സ്കെയിൽ വെച്ചിട്ട്, സ്കെയിലും കോമ്പസ് ഒന്നും മൂവ് ചെയ്തിട്ടോ കറക്റ്റ് ആയിട്ട് വെക്കണേ. ഇഷാനെ ഓക്കേടാ, ഞാൻ കാണുന്നുണ്ട്. അത് പലതിലും പല ടൈപ്പ് ആയിരിക്കുന്നേ. ഓക്കെ ആണല്ലോ. വരച്ചോ. കാർത്തിക് ക്യാമറ ഓൺ ചെയ്തടാ, എനിക്ക് കാണുന്നില്ലല്ലോ. കറണ്ട് പോയാ.
സെറ്റ് ആയിടാ? 10 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയില്ലേ? ഇനി എന്ത് ചെയ്യാ? അങ്ങേ വറ്റത്തും, അതായത് നമ്മുടെ റൈറ്റ് സൈഡിലെ എൻഡിൽ കുത്തിയിട്ടും അവിടെ എന്ത് ചെയ്യാ? ഒരാർക്ക് മാർക്ക് ചെയ്യാ, ഒരാർക്ക് മാർക്ക് ചെയ്യാ. വരച്ചോ? സെറ്റാക്കിയോ? യെസ്. ഇപ്പൊ രണ്ടാർക്ക് മാർക്ക് ചെയ്തോടത്ത് ഇങ്ങനെ ഒരു പോയിന്റ് കിടക്കുന്നുണ്ടാവും അല്ലേ? ആ പോയിന്റിൽ നിന്ന് നമ്മൾ ആദ്യം വരച്ച ബേസിലോട്ട് 2 വര വരച്ചിട്ട് എന്റെ മക്കൾ അതൊരു ട്രയാങ്കിൾ ആയിട്ട് സെറ്റ് ചെയ്തേ, പെട്ടെന്ന് സെറ്റ് ചെയ്തേ. എന്നിട്ട് സൈഡിൽ ചെറുതായിട്ട് മാർക്ക് ചെയ്തോ. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് 8 സെന്റിമീറ്റർ ആണ്, റൈറ്റ് സൈഡിൽ കിടക്കുന്നത് 10 സെന്റിമീറ്റർ ആണ്. വരച്ചോ? ശ്രീദർശ് വരച്ചോ? ഓക്കെ ഓക്കെ ഓക്കെ. അനത് കൃഷ്ണ വരച്ചോ? ആ ഓക്കെടാ, സെറ്റാണ്. വസുദേവ് എവിടെ പോയി? എവിടെ പോയടാ? മക്കളെ വരച്ചില്ലേ? വരച്ചില്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് വരക്കാനുള്ളതിലെ ഈ ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ഇനി ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യണം? ഇതിന്റെ മുകളിൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ വരക്കാനല്ലേ? ആ ട്രയാങ്കിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. അപ്പൊ മക്കൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? 6 സെന്റിമീറ്റർ വരണം. പക്ഷെ ആ 6 സെന്റിമീറ്റർ നമ്മൾ ഇങ്ങനെ വരക്കരുത്, ഇങ്ങനെ വരക്കരുത്. അതെങ്ങനെ വരക്കണം എന്ന് വെച്ചാൽ കറക്റ്റ് പാരലലായിട്ട് വരക്കണം. അതായത് നമ്മൾ ആദ്യം വരച്ച ഈ ബേസ് ലൈൻ കണ്ടോ? ഇതിന് പാരലലായിട്ടായിരിക്കണം എന്ത് വരക്കേണ്ടത്? ഇനി നമ്മൾ ഇവിടെ വരക്കാൻ പോകുന്ന 6 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വരക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ മക്കളെ? നമ്മുടെ എന്തുണ്ട്? സെറ്റ് സ്ക്വയർ പറഞ്ഞ സാധനം ഇല്ലേ കയ്യില്? ആ സെറ്റ് സ്ക്വയർ എല്ലാവരും എടുത്തോളൂ. എന്താ ചെയ്യേണ്ടതെന്ന് മിസ് കാണിച്ചു തരാം. എല്ലാവരും എടുത്തോളൂ. ഓക്കെടാ. നമ്മുടെ ബേസ് ഇല്ലേ? ബേസ് വരച്ചില്ലേ ആദ്യം നമ്മൾ ഒരു 12 സെന്റിമീറ്റർ? ആ 12 സെന്റിമീറ്റർ വരച്ചെടുത്ത് നമ്മളെ സെറ്റ് സ്ക്വയർ കറക്റ്റ് ആയിട്ട് വെച്ചേ. ആ 90 ഡിഗ്രി വരുന്നത് ചെരിവോ വളവോ ഒന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ആക്കി വെച്ചേ, സ്ട്രെയിറ്റ് ആക്കി വെച്ചേ. വെച്ചോ? അത് കഴിഞ്ഞിട്ട് അതിന് ചാരി, അതിന്റെ അടുത്തായിട്ട് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ അതിന് ചാരിയിട്ട് സ്കെയിൽ വെച്ചേ. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ചേ, ഇതുപോലെ വെച്ചേ. ഇനി എന്തെങ്കിലും മക്കളെ? സ്കെയിൽ ടൈറ്റ് ചെയ്ത് പിടിക്കുക. സ്കെയിൽ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് സെറ്റ് സ്ക്വയർ മെല്ലെ മുകളിലോട്ട് കൊണ്ടുപോവുക. എവിടെ വരെ കൊണ്ടുപോകുക? ഈ കണ്ടോ? ഈ പോയിന്റ് കണ്ടോടാ? നമ്മുടെ ട്രയാങ്കിളിന്റെ ആ മുകളിലെ പോയിന്റ് കണ്ടോ? നമ്മൾ ഈ വരച്ച ട്രയാങ്കിളിന്റെ ഈ മുകളിലെ പോയിന്റ് കണ്ടോ? അവിടെ വരെ മെല്ലെ എന്ത് ചെയ്യാ? നമ്മുടെ സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യാ? നീക്കി കൊടുക്കുക കേട്ടോ. നോക്കണേ, എല്ലാവരും ശ്രദ്ധിച്ചേ. സെറ്റ് സ്ക്വയർ നീങ്ങുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, പെട്ടെന്ന് ശ്രദ്ധിച്ചേ. എല്ലാരും ശ്രദ്ധിച്ചോട്ടോ. കണ്ടോ? സ്കെയിൽ അനക്കരുത്, സ്കെയിൽ അനക്കാതെ വെക്കണം, അനങ്ങരുത്. സ്കെയിൽ നിങ്ങളുടെ കൈ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടോ ചെരിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന വരയും എന്ത് ചെയ്യും? ചെരിഞ്ഞു പോവും. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ 6 സെന്റിമീറ്റർ വരയ്ക്കണം. 6 സെന്റിമീറ്റർ വരയ്ക്കുമ്പോ ഇവിടെ എന്ത് ചെയ്യണം എന്ന് പറയൂ മക്കളെ? ഇങ്ങോട്ടേക്ക് 3 സെന്റിമീറ്റർ മെഷർ ചെയ്യുക, ഇങ്ങോട്ടേക്ക് 3 സെന്റിമീറ്റർ മെഷർ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? ഇത് സെന്റർ പോയിന്റ് ആയിട്ട് കിട്ടും. മൊത്തം നമുക്ക് കിട്ടേണ്ടത് 6 സെന്റിമീറ്റർ ആണ്. അതിനകത്ത് ഇവിടെ പോയിന്റ്, നമ്മൾ ട്രയാങ്കിൾ വരച്ചതിന്റെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിന്റെ ഇങ്ങോട്ടേക്ക് 3 സെന്റിമീറ്ററും ഇങ്ങോട്ടേക്ക് 3 സെന്റിമീറ്ററും വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഓക്കെ ആയോ? മാർക്ക് ചെയ്തേ. എല്ലാവരും വേഗം മാർക്ക് ചെയ്തേ. മാർക്ക് ചെയ്തോ? മാർക്ക് ചെയ്തോ? മക്കളെ ഡൗട്ട് വന്നവരൊക്കെ മിസ് വിളിക്കാട്ടോ. ഇത് കഴിഞ്ഞിട്ട് മിസ് വിളിക്കാട്ടോ. ഓക്കെ ആണല്ലോ? സിദ്ധിനാഥ് വരച്ചോ? ആ ഓക്കെ ഓക്കെ. ഇല്ലടാ, എക്സാം ഒന്നും ഇല്ല കേട്ടോ. എക്സാം ഉള്ള ദിവസം മിസ് നേരത്തെ അറിയിക്കും. വസുദേവേ വരച്ചാ?
എവിടെ പോയി? ഇടയിൽ എവിടെ പോയി? ഒരു മിനിറ്റ്. വസുദേവ് എവിടെ? വസുദേവ് എവിടെ? പറ, എവിടെ പോയി? ക്ലാസിന്റെ ഇടയിൽ എവിടെ പോയി? നേരത്തെ കാലത്ത് ഇതൊക്കെ കഴിച്ചു വരണ്ടേ? നെക്സ്റ്റ് ക്ലാസ്സിൽ അലോട്ട് ചെയ്യൂലട്ടാ. ഓക്കെ അല്ല? ഓക്കെ, സെറ്റ്. മക്കളെ, ഇനി എന്ത് ചെയ്യാന്നറിയോ? 6 സെന്റിമീറ്റർ വരച്ചു കഴിഞ്ഞിട്ട് 6 സെന്റിമീറ്റർ നമ്മൾ വരച്ചു. ഇനി നമുക്ക് വരക്കേണ്ട ട്രയാങ്കിളിൽ ഈ 6 സെന്റിമീറ്റർ നമ്മൾ ഓൾറെഡി വരച്ചു. ഇവിടെ 4 സെന്റിമീറ്ററും ഇവിടെ 5 സെന്റിമീറ്ററും ആണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് വരക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ട്രയാങ്കിൾ വരയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? കോമ്പസ് അല്ലേ? കോമ്പസിൽ ആദ്യം ഈ 4 സെന്റിമീറ്റർ എടുത്തോളൂ. കോമ്പസിൽ കുത്തിയിട്ട് ആദ്യം 4 സെന്റിമീറ്റർ എടുത്തോളൂ. 4 സെന്റിമീറ്റർ എടുത്തോളൂ. ദാ ഇതുപോലെ 4 സെന്റിമീറ്റർ എടുത്തോളൂ. എടുത്തോ? യെസ്. ഇനി എന്ത് ചെയ്യാ? വേഗം 4 സെന്റിമീറ്റർ എടുക്കുക. നമ്മള് മുകളിൽ വരച്ച 6 സെന്റിമീറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ കുത്തിയിട്ട് ആർക്ക് വരയ്ക്കുക? വേഗം വരച്ചോളൂ. ഓക്കെ, ഡൺ. ഓക്കെ ഫൈഹ, സെറ്റ് ആണ്. സെറ്റ്. ഇഷാനെ മിസ് ഇപ്പൊ വിളിക്കാം. ഓക്കെ ആണല്ലോ? ഇത് വരച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം. ഹസ്ന വരച്ചോ? വരച്ചാ? യെസ്. ഓക്കെ, സെറ്റ്. ജനാദ് വരച്ചോ? ഓക്കെ. ഇനി എന്ത് ചെയ്യുന്നത് മക്കളെ? രണ്ട് സൈഡിൽ നിങ്ങൾ വേഗം ആർക്ക് മാർക്ക് ചെയ്തോളൂ. 4 സെന്റിമീറ്ററിൽ ആർക്ക് മാർക്ക് ചെയ്യാ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങേ സൈഡിലും, അല്ല 5 സെന്റിമീറ്റർ ആണ് അല്ലെ പിന്നെ വരുന്നത്. 5 സെന്റിമീറ്റർ എടുത്തിട്ട് ആദ്യം 4 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. ദെൻ 5 സെന്റിമീറ്ററിൽ അടുത്ത ആർക്ക് മാർക്ക് ചെയ്യുക. വേഗം മാർക്ക് ചെയ്തേ. ഇതേപോലെ ഇതുപോലെ മാർക്ക് ചെയ്തേ. മുഹത്താറ് വരച്ചോ? ഓക്കെ. സെറ്റാണ്. ഇനി എന്ത് ചെയ്യാ മക്കളെ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യാ? നമ്മള് ട്രയാങ്കിള് ഈ 2 എൻഡ് മാർക്ക് വന്നോടത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യാ? ട്രയാങ്കിൾ വരയ്ക്കുക. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ട്രയാങ്കിളായ ഈ ട്രയാങ്കിളും നമ്മൾ വരച്ചു. ആദ്യത്തെ ട്രയാങ്കിളും വരച്ചു. ഇനി അതിന്റെ മുകളിൽ മക്കളെ ഒരു കുഞ്ഞു ട്രയാങ്കിളും കൂടെ കിടക്കുന്നുണ്ടല്ലേ? ഒരു കുഞ്ഞു ട്രയാങ്കിൾ കൂടെ അതിന്റെ മുകളിൽ കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ അതാണ് വരക്കാൻ പോകുന്നത്. ആ ട്രയാങ്കിളിന്റെ വാല്യൂ എത്രയാ വരുന്നത്? 3 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ നേരത്തെ സെറ്റ് സ്ക്വയർ കൊണ്ടുപോയ പോലെ തന്നെ എന്ത് ചെയ്യാ? മുകളിലോട്ട് കൊണ്ടുപോവുക. എങ്ങനെയാണെന്ന് നോക്കിയോളൂ. എങ്ങനെയാണെന്ന് എന്റെ മക്കൾ നോക്കിയോളൂ. സെറ്റ് സ്ക്വയർ നമ്മൾ വരച്ച 6 സെന്റിമീറ്ററിന് കറക്റ്റ് ആയിട്ട് വെക്കൂ. 6 സെന്റിമീറ്ററിന് കറക്റ്റ് ആയിട്ട് വെക്കൂ. എന്നിട്ട് എന്ത് ചെയ്യാ? നമ്മുടെ സ്കെയില് ആ സെറ്റ് സ്ക്വയറിന്റെ നേരെ തിരിവോ മറിവോ ഒന്നുമില്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെക്കുക. ഓക്കെ ആണല്ലോ? ഇതുപോലെ വെച്ച് ശ്രീഹരി ഞാൻ വിളിക്കാട്ടോ. ഒറ്റ മിനിറ്റ്. ഇത് കഴിഞ്ഞിട്ട് മിസ് വിളിക്കാട്ടോ. ഇത് വരച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിളിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേടാ? ഇത് വരച്ചില്ലേ? എങ്ങനെ വെച്ചില്ലേ? ഇനി എന്ത് ചെയ്യാ? ആ സ്കെയില് ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് സെറ്റ് സ്ക്വയർ മെല്ലെ മുകളിലേക്ക്. എല്ലാവരും നോക്കിയോളൂ കേട്ടോ. എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ കൊണ്ടുവന്നത് നോക്കിയേ. കണ്ടോ? നമ്മൾ ആ മുകളിലുള്ള എൻഡ് പോയിന്റിന്റെ അവിടെ വരെ സെറ്റ് സ്ക്വയർ നീട്ടി വെക്കുക.
ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം മക്കളെ? അവിടെ 3 സെന്റിമീറ്റർ ആണ് നമുക്ക് വരക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഈ പോയിന്റ് സെന്റർ ആയിട്ട് വരുന്ന രീതിയിൽ വെക്കണം. അപ്പൊ എന്ത് ചെയ്യാ? ഇങ്ങോട്ടേക്ക് 1.5 സെന്റിമീറ്ററും ഇങ്ങോട്ടേക്ക് 1.5 സെന്റിമീറ്ററും വരുന്ന രീതിയിൽ വരച്ചേ. അപ്പൊ കറക്റ്റ് ആ പോയിന്റ് കറക്റ്റ് സെന്ററിലാവും. നമുക്ക് 3 സെന്റിമീറ്റർ ആണ് മൊത്തം വരയ്ക്കാനുള്ളത്. അതുകൊണ്ട് എന്റെ മക്കൾ വേഗം അങ്ങനെ ചെയ്തേ. വേഗം ചെയ്തേ. എന്നിട്ട് 3 സെന്റിമീറ്റർ വരച്ചേ. മക്കളെ ഞാൻ ഇപ്പൊ വിളിക്കാട്ടോ. ഡൗട്ട് വന്നവരൊക്കെ ഞാൻ ഇപ്പൊ വിളിക്കാവേ. നമ്മൾ ഈ ഫിഗർ തീർത്ത് കഴിഞ്ഞിട്ട് വരയ്ക്കാം. അതാവും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ? ഓക്കെ ആണല്ലോ? ഹാൻഡ് റൈസ് ചെയ്ത് നിങ്ങൾ ഓഫ് ചെയ്യണ്ട. ഡൗട്ട് ഉള്ളവര് ഹാൻഡ് റൈസ് ചെയ്ത് നിന്നോ. മിസ് വിളിക്കാം. ഇനി എന്ത് ചെയ്യാം മക്കളെ? നമുക്ക് ഒരു സൈഡ് 2 സെന്റിമീറ്ററും മറ്റേ സൈഡ് 2.5 സെന്റിമീറ്ററും ആണ് വരേണ്ടത്. സെയിം മെത്തേഡ്. നമ്മൾ കോമ്പസിനകത്ത് 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, ആർക്ക് വരയ്ക്കുക. കോമ്പസിനകത്ത് 2.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, ആർക്ക് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ട്രയാങ്കിൾസ് ഒക്കെ കൂട്ടി യോജിപ്പിക്കുക. ഋഷികേഷ്, വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റി കുഞ്ഞെ? നോക്കിയോളൂ ട്ടോ. കോമ്പസിനകത്ത് 2 സെന്റിമീറ്റർ എടുത്തു, ഒരെൻഡിൽ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ കോമ്പസിനകത്ത് വീണ്ടും 2.5 എടുത്തു, മറ്റേ എൻഡിൽ വെച്ച് വീണ്ടും ആർക്ക് മാർക്ക് ചെയ്തു. ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞു. ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്തു? വരച്ചു കഴിഞ്ഞു. ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്തു? വരച്ചു കഴിഞ്ഞു. എടാ, ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, വരച്ചു കഴിഞ്ഞില്ലേ? ഇനി എന്ത് ചെയ്യാറിയ മക്കളെ? നമ്മുടെ ഓരോ ട്രയാങ്കിളിന്റെ എൻഡ് പോയിന്റ്സ്, ഇവിടെ ഒരു എൻഡ് പോയിന്റ് മിസ് കാണിച്ചു തരാം. ഇവിടെ ഒരു എൻഡ് പോയിന്റ്, ഇവിടെ ഒരു എൻഡ് പോയിന്റ്, ഇവിടെ ഒരു എൻഡ് പോയിന്റ്. ഈ എൻഡ് പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? കൂട്ടി വരയ്ക്കുക. മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ നീട്ടി അങ്ങ് വരയ്ക്കുക. ഇത് ഇങ്ങോട്ട് നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോടാ? വരച്ചോ? എല്ലാവരും വരച്ചു കഴിഞ്ഞോ? സെറ്റായില്ലേ? ഓക്കെ. ഋഷികേഷ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. ഹാൻഡ് റൈസ് ചെയ്യൂ. എന്താ തെറ്റിയത്? കോമ്പസ് ടൈറ്റ് ആണോ? കോമ്പസ് അളകുന്നുണ്ടോ? കോമ്പസ് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അതാണോ? കോമ്പസ് എന്ത് ചെയ്യണം അറിയോ? ടൈറ്റ് ആയിട്ട് വെക്കണം. മോന് കോമ്പസ് ലൂസ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതായത് നീ ഇങ്ങനെ അളവെടുക്കും, എന്നിട്ട് വരയ്ക്കാൻ നിൽക്കുമ്പോഴത്തേന് അത് വീണ്ടും ലൂസ് ആവും. അങ്ങനെയല്ലേ? അതുകൊണ്ടാട്ടോ. കോമ്പസ് എന്ത് ചെയ്യാറ്? സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യും കേട്ടോ മോനെ. എന്നിട്ടൊന്ന് വരച്ചു നോക്ക്. ഓക്കെ ആണോ? ഞാൻ അയച്ചു തരാം കേട്ടോ. എനിക്കൊന്ന് മെസ്സേജ് അയക്കട്ടോ അത്. ഓക്കെ. എട്ടരയ്ക്ക്. ഓക്കെ. ഇനി അടുത്ത് ആരാ? സ്പന്ദനക്കുട്ടി, എന്താ ഡൗട്ട്? ഇതോ? ഈ മൂന്നാമത്തെ ഇതും ഇതോ? സെറ്റ് സ്ക്വയർ കൊണ്ടുവന്നതാണോ മനസ്സിലാവാത്ത? അതെന്താ ചെയ്യേണ്ടതറിയോ? ആദ്യ സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യാ? ഈ 12 സെന്റിമീറ്ററിന്റെ നേരെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുക. ഏത് ഭാഗം വെക്കാം അതില്. അതായത് നമുക്ക് സെറ്റ് സ്ക്വയർ ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ഈ ഭാഗം വെച്ചാലും കുഴപ്പമില്ല, ഈ ഭാഗം വെച്ചാലും കുഴപ്പമില്ല. വലുതായാലും കുഴപ്പമില്ല, ചെറുതായാലും കുഴപ്പമില്ല. റൈറ്റ് ആംഗിൾ വരുന്ന ഭാഗം വെക്കണം. ഇനി എന്ത് ചെയ്യാറിയോ? സ്കെയിൽ ഇതിന് ചാരി വെക്കുക.
ആ 90 ഡിഗ്രി വരുന്നോട് അല്ല അല്ല. ഇനി എന്ത് ചെയ്യാറിയോ, സ്കെയില് ടൈറ്റ് ആയിട്ട് പിടിക്കുക. സെറ്റ് സ്ക്വയർ മെല്ലെ നീക്കി കൊടുക്കുക. സ്കെയിലിന്റെ കൂടെ തന്നെ നീക്കി കൊടുക്കുക. സ്കെയിൽ നീക്കരുതേ. ആ വെല്ല മുകളിലോട്ട്. അതായത് ഈ ട്രയാങ്കിളിന്റെ ഈ പോയിന്റ് കണ്ടോ, നമ്മൾ ആദ്യം വരച്ച ട്രയാങ്കിളിന്റെ എൻഡ് പോയിന്റ് കണ്ടോ, അവിടെ വരെ നീക്കി കൊടുക്കുക. ഇതുപോലെ നോക്കട്ടോ മോളെ, കണ്ടോ? ആ ഒരു പോയിന്റ് വരെ നീക്കി കൊടുക്കുക. ആ ഇനി എന്ത് ചെയ്യാ, സ്കെയില് മാറ്റിക്കോ. എന്നിട്ട് ഈ ഭാഗത്തോട്ട് 3 സെന്റിമീറ്ററും ഈ ഭാഗത്തോട്ട് 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. കാരണം എന്താ, നമുക്ക് മൊത്തം വരക്കാനുള്ളത് 6 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഈ പോയിന്റ് ഈ അതായത് ആ ട്രയാങ്കിളിന്റെ ഏറ്റവും എൻഡ് പോയിന്റ് വന്നില്ലേ, അത് സെന്റർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ത് ചെയ്തത്, ഇവിടെ 3 സെന്റിമീറ്ററും ഇങ്ങോട്ട് 3 സെന്റിമീറ്ററും ആക്കാൻ പറഞ്ഞത്. അപ്പൊ മൊത്തം 6 സെന്റിമീറ്റർ കിട്ടൂലേ? ആ വരച്ചോ. ആ ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ സാധാ പോലെ ട്രയാങ്കിൾ വരയ്ക്കുക. എങ്ങനെ? 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും കോമ്പസിനകത്ത് എടുക്കുക. ഇവിടെ വെക്കുന്നു, ആർക്ക് മാർക്ക്. ആർക്ക് വരക്കുന്നത് മോൾ എന്ത് ചെയ്യറിയോ? ഓക്കെ, ആനി ഇതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. മോൾ എന്ത് ചെയ്യറിയോ, ക്ലാസ്സിന്റെ ലാസ്റ്റ് ഒന്ന് ആർക്ക് വരക്കുന്ന മിസ് കാണിച്ചു തരാം. ഒന്ന് നിക്കുവോ? ഓക്കെ ആണല്ലോ? ആർക്ക് വരക്കുന്നത് കോമ്പസിനകത്ത് എടുക്കുന്നതാണോ മനസ്സിലാവാത്തത്? അത് മിസ് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ആണല്ലോ? അതവിടെ വെച്ചോ, ആ പേജ് അവിടെ വെച്ചു. എന്നിട്ട് മിസ് എന്ത് ചെയ്യാം, മിസ് അടുത്തത് വരയ്ക്കുന്നത് കാണിച്ചു തരാം. അപ്പൊ ആർക്ക് വരയ്ക്കുന്നത് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ, ഒരൊറ്റ ഫിഗറാ. ഓക്കെ ആണോ? മോള് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ആ അതുകൊണ്ടാണ് കേട്ടോ, അതിൽ മിസ് ആർക്ക് വരക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തായിരുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ. ടീച്ചർ ആരോണേ, 8:30 വരെയാണ് അന്ന് ക്ലാസ്, മറന്നുപോയോ നീ? ഓക്കെ ആണല്ലോ? സാരല്ല, ഒരു 15 മിനിറ്റ് അല്ലടാ, അമ്മക്ക് അതൊക്കെ സെറ്റ് ആക്കാം അല്ലേ ആര്യൻ? സെറ്റ് അല്ലേ? ആര്യനോടാ ചോദിച്ചേ, ഒരു 15 മിനിറ്റ്. ഓക്കെടാ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, വേറൊരു ഫിഗർ വരക്കാൻ പോവാ. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതൽ എങ്ങനെ അറിയാം മക്കളെ വരുന്നത്, ട്രയാങ്കിൾ വെച്ചിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ വരക്കാനാണ്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ട്രയാങ്കിൾ എങ്ങനെയാണ്, 2 ടൈപ്പിലാണ് മെയിൻ ആയിട്ട് ട്രയാങ്കിൾ വരക്കുക. അതെന്റെ മക്കൾ വൃത്തിക്ക് പഠിച്ചിക്കുക. ആംഗിൾ തന്നാല് പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ ആംഗിൾ മെഷർ ചെയ്ത് വരക്കണം. സൈഡ്സ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ കോമ്പസിനകത്ത് മാർക്ക് ചെയ്ത് വരക്കണം. ഇതെന്റെ മക്കൾ എപ്പോഴും ഓർത്തിരിക്കുക കേട്ടാ. ഓക്കെ ആണല്ലോ? വിശാലിന് എന്താ ഡൗട്ട് പറഞ്ഞേ? എന്താ എടാ കേട്ടില്ലടാ. ആ ഈ വരച്ചതോ, ഇതിനു മുമ്പ് വരച്ചതോ? മോൻ ലാസ്റ്റ് നിക്കട്ടോ, മോനെ ഞാൻ ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ ആ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ? മക്കളെ, മുമ്പത്തെ സ്ലൈഡിൽ വരച്ചത് മനസ്സിലാവാത്തവര് ലാസ്റ്റ് ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാട്ടോ. മിസ് ഒരു പ്രാവശ്യം കൂടെ അത് കാണിച്ചു തരാം. ഇനി നമ്മൾ പുതിയൊരു ഫിഗറും കൂടെ വരക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മറ്റേത് എങ്ങനെ വരക്കുക എന്നുള്ള ഒരു ഐഡിയ കൂടെ കിട്ടും. അപ്പൊ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ? മക്കളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഇനി നമ്മൾ എന്താ വരക്കാൻ പോകുന്നത്, ഈ ഒരു സംഭവം വരച്ചാലോടാ. റെഡിയാണോ വരക്കാൻ? അതെങ്ങനെയാന്ന് വരച്ചാല്, ആദ്യം ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ അകത്ത് ഇവിടെ ഒരു ട്രയാങ്കിൾ വരുന്നു, രണ്ടാമത് ഒരു ട്രയാങ്കിൾ വരുന്നു, മൂന്നാമത് ഒരു ട്രയാങ്കിൾ വരുന്നു. 3 സ്മോൾ ട്രയാങ്കിൾസ് അകത്ത് വരുന്നു അല്ലെ, 1 2 3. എന്നിട്ട് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വലിയൊരു ട്രയാങ്കിളും വരുന്നു. അപ്പൊ ഇതാണ് മക്കളെ നമ്മൾ വരക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും എന്ത് ചെയ്യാ, റെഡിയല്ലേ? ആ എന്നെല്ലാവരും എന്ത് ചെയ്തറിയോ, ഒരു 2 മിനിറ്റ് വേണമെങ്കിൽ കൈയൊക്കെ ഒന്ന് വരച്ച് ഇതായതല്ലേ, നമുക്ക് കുറച്ചു നേരം മഴയൊക്കെ പെയ്യിക്കാം. മഴ പെയ്യട്ടെ, ചെറവറ മഴ പെയ്യട്ടെ. ആ ഓക്കെ. ആര്യൻ എന്താ ചെയ്യടാ. ഓക്കെ.
ശ്രീഹരി ശ്രീഹരി ശ്രീഹരിക്ക് എന്തായിരുന്നു ഡൗട്ട്? ആ മെഷർമെന്റോ? ഒരു മിനിറ്റ്, മിസ് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ അല്ലേ ചോദിച്ചേ? അല്ലേ? 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും 2.5 സെന്റിമീറ്റർ മുകളിൽ വരുന്നത് ഇത്. ഓക്കെ അല്ലേ? ഓക്കെ. മക്കളെ, നിങ്ങൾക്ക് ഞാൻ റോക്കറ്റ് ക്ലാപ്പ് നിങ്ങൾക്കായിരുന്നു പഠിപ്പിച്ചത്? പഠിപ്പിച്ചെന്നില്ല? എന്നാ ഞാൻ ക്ലാസ്സിന്റെ ലാസ്റ്റ് പഠിപ്പിച്ചു തരാം കേട്ടാ. ഓക്കെ, നമുക്ക് ഇനി ബ്രേക്ക് ടൈമിൽ എന്ത് ചെയ്യാം? റോക്കറ്റ് ക്ലാപ്പ് പഠിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, സെറ്റ്. റെഡി ആണല്ലോ? റെഡി അല്ലേ? വേദിയ കുട്ടിക്ക് എന്താ ഡൗട്ട്? ആ ആ സ്ട്രൈറ്റ് ലൈൻ മീൻസ് സെറ്റ് സ്ക്വയർ വെച്ച് മുകളിലോട്ട് കൊണ്ടുവന്നതാണോ? ആ ആ സ്ട്രൈറ്റ് ലൈൻ കൂട്ടി വരയ്ക്കാൻ കഴിയുന്നില്ലാന്നോ? ആ ട്രയാങ്കിളിന്റെ 3 എൻഡ് പോയിന്റും ഇങ്ങനെ വരുന്ന എൻഡ് പോയിന്റ്സ് ഉണ്ടല്ലോ ഈ സൈഡില്, പിന്നെ ഇവിടെ ഇങ്ങനെ വരുന്നില്ലേ, അതൊന്ന് ചേർത്ത് വെച്ച് നോക്ക്, കഴിയും. ഓക്കെ ഓക്കെ, സെറ്റ് ആയില്ലേ? മതി. നമ്മള് മഴയൊക്കെ പെയ്ത് നമ്മളെ കൈയൊക്കെ റെഡി ആയി. ഇതാ കണ്ടോ, മിസ്സിന്റെ ഒക്കെ റെഡി. ഓക്കേ ഇഷാനെ, ഒരു 10 മിനിറ്റ്സും കൂടി ഉള്ളടാ, ഇരിക്ക്. ഓക്കെ ഓക്കെ നല്ല മക്കളെ, നമ്മൾ ഈ ഫിഗർ വരക്കാൻ പോവാണേ. എല്ലാവരും ശ്രദ്ധിക്കണേ എങ്ങനെയാണ് ഈ ഫിഗർ വരക്കേണ്ടത് എന്നുള്ളത്. ആദ്യം എന്ത് ചെയ്യൂ മക്കളെ? നമ്മുടെ ഫിഗറില് 6 സെന്റിമീറ്റർ ആണ് അടിയിൽ വരുന്നത്. ഈ ഫിഗർ എല്ലാവരും ഒന്ന് റഫ് ആയിട്ട് വരച്ചു വെച്ചോട്ടോ. എന്താണ് നമുക്ക് വരക്കേണ്ട മെഷർമെന്റ്സ് എന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 6 സെന്റിമീറ്റർ. പിന്നെ ഈ കുഞ്ഞു ട്രയാങ്കിളിന്റെ അകത്ത് ഈ ആംഗിൾ 30 ആണ്, ഈ ആംഗിൾ 30 ആണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് എന്റെ മക്കൾ മാർക്ക് ചെയ്താൽ മതിയേ. 30 ഡിഗ്രി, ഇതും 30 ഡിഗ്രി. ഓക്കെ ആണല്ലോ? മാളവികക്ക് എന്തായിരുന്നു ഡൗട്ട്? ആ സൈസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. ഉണ്ട് സൈസ് ക്വസ്റ്റ്യനകത്ത് ഉണ്ട് കേട്ടോടാ. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതല്ല, അവര് വരക്കാൻ ഈ അളവിൽ വരയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ നമ്മൾ ഈ 3 ഇങ്ങനെ മേലെ വരച്ചതല്ലേ, അതല്ലേ? അതിനകത്തുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? എല്ലാവരും സ്കെയിൽ എടുത്ത് 6 സെന്റിമീറ്റർ വരച്ചേ. പെട്ടെന്ന് വരച്ചേ, 6 സെന്റിമീറ്റർ വരച്ചേ. വേഗം വരയ്ക്കൂ. ആരൊക്കെയാണ് വരക്കാതിരിക്കുന്നത് നോക്കട്ടെ. ശ്രീദർശ് വരച്ചാ? 6 സെന്റിമീറ്റർ വരച്ചാ? ഓക്കെ. ഏവ വരച്ചാ? അനന്ത് കൃഷ്ണ വരച്ചോ? ഓക്കെ. സിദ്ധിനാഥ് വരച്ചോ? മുഹമ്മദ് നീ വരച്ചോടാ? വരച്ചു. ഇനി എന്ത് ചെയ്യണം അറിയോ മക്കളെ? നോക്കിയോളൂ കേട്ടോ. ഇനി എന്താ ചെയ്യണേന്ന് മക്കൾ ശ്രദ്ധിച്ചു നോക്കിയോളെ. നദാനെ ശ്രദ്ധിച്ചേ. പ്രൊട്രാക്ടർ എടുത്തോളൂ. പ്രൊട്രാക്ടർ എടുത്ത് എന്ത് ചെയ്യാ? 30 ഡിഗ്രി. നമുക്ക് ഇവിടെ വരക്കേണ്ടത് 30 ഡിഗ്രി ആണ്. അപ്പൊ 2 സൈഡിലും പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്റെ മക്കൾ 30 ഡിഗ്രി മാർക്ക് ചെയ്തേ.
മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രൊട്രാക്ടറിൽ ആംഗിൾ മാർക്ക് ചെയ്യാണോ നമ്മുടെ ലൈന്, നമ്മൾ വരച്ച ലൈനിന്റെ നേരെ ഭാഗത്ത് നിന്ന് വേണം എന്ത് ചെയ്യാൻ, ആംഗിള് മെഷർമെന്റ് എടുക്കാൻ. ഓക്കെ ആണല്ലോ? കെസിയ വരച്ചോ? ദേവിനെ വരച്ചോ? കോമ്പസ് കൊണ്ടല്ലോ മിസ് വരക്കാൻ പറഞ്ഞേ. പ്രൊട്രാക്ടർ എവിടെ? പ്രൊട്രാക്ടർ എടുത്ത് മെഷർ എടുക്ക്. എൽഹാൻ വരച്ചടാ? ആ ഓക്കെ. ക്യാമറ ഓൺ ചെയ്തേ. മിഷ ആൻഡ് നിഷ്ബ ക്യാമറ ഓൺ ചെയ്യ്. കാണുന്നില്ലല്ലോ മിസ്സിന്. വൈഷ്ണവേ, വൈഷ്ണവ് ഓൺ ചെയ്തേ ക്യാമറ. ഓക്കെ 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 ഓക്കെടാ. അദ്രാക്ഷ ഞാൻ കണ്ടുണ്ടേ. ഓക്കെടാ. ഇനി എന്ത് അറിയോ, 30 ഡിഗ്രി രണ്ട് സൈഡിൽ എന്റെ മക്കൾ മാർക്ക് ചെയ്തില്ലേ? മാർക്ക് ചെയ്തോ? ചെയ്തില്ലേ? ഇനി എന്ത് ചെയ്യണമെന്നറിയോ മക്കളെ? ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഒന്നുകൂടെ വലുതാക്കി എടുത്തതാണ്. ഇനി മക്കളെ നമ്മുടെ എല്ലാവരും പ്രൊട്രാക്ടർ ഇതുപോലെ ഒന്ന് വെച്ചേ. പ്രൊട്രാക്ടർ ഇങ്ങനെ ചെരിച്ച് വെച്ചേ. ചെരിച്ച് വെക്ക്. ചെരിച്ച് വെച്ചോ. ഏത്? നമ്മുടെ റൈറ്റ് സൈഡിൽ ചെരിച്ച് വെക്കൂ കേട്ടോ. വെച്ചോടാ, വെച്ചോ. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ബാക്കി ആംഗിൾ മാർക്ക് ചെയ്യണം. എത്ര? 30 ഡിഗ്രി എടുത്തിട്ട് മാർക്ക് ചെയ്യണം. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? 30 ഡിഗ്രി എടുത്ത് മാർക്ക് ചെയ്യണം. ഓക്കെ ആണോ? 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാ മക്കളെ? എന്ത് ചെയ്യാ? 6 സെന്റിമീറ്റർ അളവെടുത്തിട്ട് ലൈൻ വരയ്ക്കുക. 30 ഡിഗ്രി മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിൽ നിന്ന് 6 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചേ. വരച്ചോ? ജനാദ് വരച്ചോ? ആ ഓക്കെ, സെറ്റാണ്. ഗോകുല് വരച്ചോ? യെസ്, ഓക്കെ. ഇനി എന്ത് ചെയ്യണം അറിയോ മക്കളെ? ഒരു സൈഡിലല്ലേ നമ്മൾ വരച്ചുള്ളൂ, നേരെ അപ്പുറത്തെ സൈഡിലും കൊണ്ട് വെക്കാം. ഈ സൈഡിലും നമ്മൾ എന്ത് ചെയ്യാ? വരയ്ക്കാം. ഒരു സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തു, അതിന്റെ നേരെ അപ്പുറത്തെ സൈഡിലും കൊണ്ടുപോയി മാർക്ക് ചെയ്യാം. റൈറ്റ് സൈഡിലാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത്. ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ ഇവിടെ ചെരിച്ച് വെച്ചിട്ട്, ഇതിനകത്ത് ചെരിച്ച് വെച്ചിട്ട് 30 ഡിഗ്രി മാർക്ക് ചെയ്യാം. വരച്ചോ? അതും എത്രയായിരിക്കണം മക്കളെ? 6 സെന്റിമീറ്റർ ആയിരിക്കണം. ഇനി എന്ത് ചെയ്യാ മതി? മിഡിൽ ആയിട്ടുള്ള പോയിന്റ്സ്, അതായത് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു 30 ഡിഗ്രി വെച്ച് ചെറിയൊരു ആംഗിൾ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ട്രയാങ്കിള്. ഈ പോയിന്റിൽ നിന്ന്, അതായത് ട്രയാങ്കിളിന്റെ മുകളിലെ പോയിന്റിൽ നിന്ന് ഇവിടെയുള്ള പോയിന്റിലോട്ട് എന്ത് ചെയ്താൽ മതി? സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് മാർക്ക് ചെയ്താൽ മതി. വരച്ചോ? ഓക്കെയാണ്. ഓക്കെ, സെറ്റാണ്. ഫിനിഷ്ഡ്. മിഡിൽ ലൈൻ അങ്ങനെ വരച്ചാൽ മതി. രണ്ട് സൈഡൊന്നും മെഷർ എടുത്തതിന് ശേഷം മിഡിൽ ലൈൻ വരക്കാവും കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ എന്താ ചെയ്യണം? നമ്മൾ ഇതെന്താ അറിയടാ, ഇത് മിസ് ഒന്ന് കാണിച്ചു തരാട്ടോ. ആദ്യം എന്ത് ചെയ്യറിയോ? ഇവിടെ 30 എടുത്തുകൊണ്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കും. എന്നിട്ട് ഇവിടെ 30 ഇവിടെ 30 എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കും. എന്നിട്ട് ഇവിടെ 30 ഇവിടെ 30 പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ എന്ത് ചെയ്യാണ്? മാർക്ക് ചെയ്യാം. പക്ഷെ ഇതിലേറെ എളുപ്പമായിട്ടുള്ള ഒരു വഴിയും കൂടെ ഉണ്ട് ഇത് വരയ്ക്കാൻ. കാരണം എന്റെ മക്കൾ ഇതൊന്ന് ശ്രദ്ധിക്കാട്ടോ. ഇതൊരു എളുപ്പ വഴിയാണ്. ലൈക്ക് ഇങ്ങനെ വരച്ചാൽ മതി. നിങ്ങൾക്കൊരു ട്രിക്കും കൂടെ വേണമെങ്കിൽ മിസ് പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാല് ഇത് 6 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ, ഇവിടെയും 6 സെന്റിമീറ്റർ ആണ് വരുന്നത്. അതായത് ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, ഈക്വൽ ട്രയാങ്കിൾ ആണ്.
മൂന്ന് സൈഡും ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ, ആദ്യം 6 സെന്റിമീറ്റർ എന്ത് ചെയ്യാ സ്കെയിലിൽ എടുത്തിട്ട് ബാക്കി 2 6 സെന്റിമീറ്ററും എന്ത് ചെയ്യാ നമ്മുടെ കോമ്പസിനകത്ത് മാർക്ക് ചെയ്തിട്ട് സാധാ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്ന പോലെ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ വെച്ച് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ 30 ഡിഗ്രി മാർക്ക് ചെയ്യുക, ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഈ മിഡ് പോയിന്റിലോട്ട് ഇങ്ങനെ ഒരു വര വരച്ചാലും മതി. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വരക്കാം. ഓക്കെ ആണല്ലോ. 30 ഡിഗ്രി വെച്ചങ്ങാണ്ട് ഒരു ട്രയാങ്കിൾ, 3 ട്രയാങ്കിൾ വരച്ചങ്ങാണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ 6 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും 6 സെന്റിമീറ്റർ വരുന്നതുകൊണ്ട് ഇതൊരു ഈക്വൽ ട്രയാങ്കിൾ ആണ്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ആ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും അറിയാം മക്കളെ, 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി ആയിരിക്കും. ഈ 60 ഡിഗ്രിയുടെ മിഡ് പോയിന്റ് ആണ് എന്ത് പറയുന്നത്, 30 ഡിഗ്രി വരുന്നത്. ആ 30 ഡിഗ്രി കൂട്ടിയിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്രയാങ്കിൾ കിട്ടും. ഓക്കെ ആയോ, മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം, ചെയ്യണ്ട. വരക്കാൻ ഇഷ്ടായോ? എല്ലാവർക്കും ഇഷ്ടായോ? എളുപ്പല്ലേ? അതായത് രണ്ടാമത്തെ ചാപ്റ്ററിലെ നിങ്ങൾക്ക് കുറച്ചുകൂടി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഫസ്റ്റത്തെ ചാപ്റ്ററും ഈ മൂന്നാമത്തെ ചാപ്റ്ററും ആംഗിൾസും അതേപോലെ തന്നെ വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്, ഈസിയാണ്. 8:30 ആയിട്ടില്ല. എന്റെ ക്ലോക്കിൽ 8:28 ആയിട്ടുള്ളൂ. 2 മിനിറ്റ്, 2 മിനിറ്റ്സിന് ഭയങ്കര വാല്യൂ ആ. ഓക്കെ ആണല്ലോടാ? ഓക്കെ ആണല്ലോ? ഓക്കെ. ഇത് വരയ്ക്കണോ? ഈ സാധനം നമുക്ക് വരയ്ക്കണോ? അപ്പോ വരയ്ക്കണോ? നിങ്ങൾ ജോമെട്രിക് നോ മക്കളെ, നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഇത് കുറച്ചും കൂടി ലെങ്തി ആയിട്ട് വരക്കാൻ വരുന്ന സംഭവങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് വരക്കാൻ പറ്റില്ല. ഈ ഒരു 2 മിനിറ്റ്സ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തുതരാം, വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ തരാം. ഓക്കെ ആണല്ലോ? അതെന്റെ മക്കൾ എന്ത് ചെയ്യണം, വരയ്ക്കണം കേട്ടോ. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ മക്കളെ? ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഡ്രോ ട്രയാങ്കിൾ വിത്ത് ബേസ് 6 സെന്റിമീറ്റർ. നമുക്ക് എന്ത് വരക്കണം, ഒരു ട്രയാങ്കിൾ വരക്കണം. അതിന്റെ ബേസ് എത്രയാണെന്ന് പറഞ്ഞത്, ബേസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ആൻഡ് മേക്ക് ആൻ ആംഗിൾ ഓഫ് 300 ഓൺ ബോത്ത് എൻഡ്സ് ഓഫ് ദി ബേസ്. രണ്ട് എൻഡിലും, അതായത് ഈ എൻഡിലും ആംഗിൾ വരക്കേണ്ടത് 300 ഡിഗ്രിയാണ്. നിങ്ങളുടെ പ്രൊട്രാക്ടറിൽ എത്ര വരെയുണ്ട് മക്കളെ? എല്ലാവരും ഒന്ന് നോക്കിയേ. നിങ്ങളുടെ പ്രൊട്രാക്ടറിൽ എത്ര വരെയുള്ള ആംഗിളാ കൊടുത്തേക്കുന്നത്? 180 അല്ലേ? 180 കഴിഞ്ഞിട്ടുള്ള നമ്പർ അല്ലേ 300 എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മക്കൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 180 കൂടുതലുള്ള ആംഗിൾ ആണ് നിങ്ങൾക്ക് വരക്കാൻ തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ആദ്യം ബേസ് ലൈൻ വരയ്ക്കുക. 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് വരയ്ക്കുക. നമ്മൾ സാധാരണ മുകളിലോട്ടല്ലേ ട്രയാങ്കിൾ വരക്കാറ് അല്ലേ? 180 കൂടുതലുള്ള ഒരു ആംഗിൾ ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ താഴോട്ട് വരച്ചാൽ മതി ട്രയാങ്കിൾ. എങ്ങനെയാണ് വരക്കേണ്ടത്? ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് 300 ഡിഗ്രിയാണ്, അതായത് 180 കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യാറിയോ, 360 ഡിഗ്രി, അതായത് ഒരു പോയിന്റിന് ചുറ്റുള്ള ആംഗിളിന്റെ ടോട്ടൽ മെഷർ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഒരു ലൈൻ ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ 180 ഡിഗ്രിയും താഴെ ഇങ്ങോട്ട് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയും ആയിരിക്കും. അത് നമ്മൾ പഠിച്ചതാണ് ലീനിയർ ആംഗിൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഇവിടെ 300 ഡിഗ്രിയാണ് നിങ്ങളോട് വരക്കാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യാ, 360യിൽ നിന്നും ഈ 300 അങ്ങ് കുറയ്ക്കുക. 360യിൽ നിന്നും 300 അങ്ങോട്ട് കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ബേസ് ആയിട്ടുള്ള 6 സെന്റിമീറ്റർ വരച്ചിട്ട് താഴോട്ട് ഇങ്ങോട്ട് 60 ഡിഗ്രിയും ഇങ്ങോട്ട് 60 ഡിഗ്രിയും മാർക്ക് ചെയ്തിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പൊ മക്കളെ, ഇത് 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിന്റെ ഈ ഭാഗത്ത് വരുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് 300 ഡിഗ്രി ആവൂലേ? കാരണം എന്താ, ഒരു പോയിന്റിന്റെ ചുറ്റുള്ള അളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. നമ്മളിവിടെ ഓൾറെഡി 60 വരച്ചു, അപ്പൊ ഈ അളവ് എന്ന് പറയുന്നത് 300 ആവും. ഇവിടെ 60 വരച്ചു, അപ്പൊ ഈ അളവ് എന്ന് പറയുന്നതും 300 ആവും. മനസ്സിലായോ?
മനസ്സിലായോ? അപ്പൊ മക്കളെ 180യേക്കാൾ വലുതായിട്ടുള്ള ഒരു ആംഗിൾ ആണ് നിങ്ങളോട് വരക്കാൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ നേരെ 360 അതങ്ങ് മൈനസ് ചെയ്യാം, എന്നിട്ട് താഴോട്ട് വരയ്ക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി മുകളിലോട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വരും? ഇപ്പൊ ദാ നോക്ക്, 6 സെന്റിമീറ്റർ ഇവിടെ ഞാൻ മുകളിലോട്ട് വരച്ചു. ഇത് 60 ഡിഗ്രി ആയി, ഇത് 60 ഡിഗ്രി ആയി. ഈ അളവ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് 300 ഡിഗ്രി ആവും. ഇതും ഓട്ടോമാറ്റിക് ആയിട്ട് 300 ഡിഗ്രി ആവും. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയും ഒരു ലൈനിൽ കിടക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയും ആയിരിക്കും കേട്ടോ. ഇതെപ്പോഴും എന്ത് ചെയ്യണം? ഓർമ്മയിൽ ഉണ്ടാവണം. മനസ്സിലായോ? മനസ്സിലായോ? ഇനി നിങ്ങളോട് മിസ് ചോദിക്കുകയാണ്, 250 ഡിഗ്രി വരക്കുക എന്ന് പറഞ്ഞ എന്ത് ചെയ്യുക? 360യിൽ നിന്നും 250 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 110 കിട്ടും. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ പ്രൊട്രാക്ടറിൽ എടുക്കാം. അപ്പൊ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കുക, 180യേക്കാൾ വലിയൊരു ആംഗിൾ ആണ് നിങ്ങൾക്ക് വരക്കാൻ തരുന്നത് എന്നുണ്ടെങ്കിൽ 360യിൽ നിന്നും തന്നിട്ടുള്ള ആംഗിൾ കുറക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അത് നേരെ പ്രൊട്രാക്ടറിൽ എടുത്ത് വരയ്ക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ ആണ്. അപ്പൊ സെറ്റ് ട്ടോ മക്കളെ. ഇനി എന്ത് ചെയ്താൽ മതി അറിയോ? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർ ഇതെല്ലാവരും ഒന്ന് വരയ്ക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും എഴുതിയെടുക്കാത്തതുണ്ടോ? എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യാ? എഴുതിയെടുക്കുക, എന്നിട്ട് ഇതൊന്ന് വരച്ചിട്ട് മിസ്സിന് അയച്ചു തരിക കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കാത്തവരൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. ആരോൺ വരച്ചായിരുന്നോ? വരച്ചില്ലേ? ആരോൺ വരച്ചില്ലേ? ഓക്കെ ഓക്കെ. അവനിത വരച്ചോ? വരച്ചോ? അവനിത വരച്ചാ? ആ, ഓക്കെ ഓക്കെ, സെറ്റ്. ഓക്കെ, ബൈ 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 ബൈ. മക്കളെ ഡൗട്ട് ഉള്ളവര് മാത്രം നിന്നാ മതി, അല്ലാത്തവർ എന്ത് ചെയ്തോളൂ? ലീവ് ചെയ്തോളൂ. അല്ലാത്തവര് ലീവ് ചെയ്തോളൂ. ഡൗട്ട് ഉള്ളവര് മാത്രം എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്നാ മതി ട്ടോ. എന്താണടാ? എന്താണ് ഇതനെ? ഇതെന്താണ്? വെറുതെ ഒരു രസല്ലേ? ആ ഓക്കെ, ശരി മക്കളെ. ഇനി ഓരോരുത്തർ പറഞ്ഞോ, എന്താണ് ഡൗട്ട്? എവിടെയാണ് എന്റെ മക്കളെ ഡൗട്ട് എന്ന് പറഞ്ഞോളൂ. ഓക്കെ, നൈദാൻ പറഞ്ഞോ. നദാൻ യൂഷ്വലി. നദാൻ പറ. എടാ അൺമ്യൂട്ട് ചെയ്യടാ. ചൊഹാനെ ഞാൻ കാണുന്നുണ്ട് മുത്തേ. അയ്യോ കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. വേദിക അനു അൺമ്യൂട്ട് ചെയ്തേ. വരച്ചോ മോള്? വരച്ചോ? ആ, ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയില്ലേ? ആ ഓക്കെ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ഓക്കെ ഓക്കെ, ശരി. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ആരാ? ജൊഹാൻ. ജൊഹാൻ പറ. ഇതെന്താ? ഫിഫന്റെ കാര്യം പറയാനാണോ വിശാല് നിക്കുന്നേ? പറഞ്ഞോ. എന്താണ്? ആ ഓക്കെ, അതാണോ കാണേണ്ടത്? ആ യെസ് യെസ്, അതാണോ കിട്ടാത്തത്? ആ, അളവ് തെറ്റിപ്പോയോ? ഒന്ന് നോക്കേ മിസ്, ഒന്നുകൂടെ പ്ലേ ചെയ്യിക്കാവേ. ഒന്ന് നോക്കട്ടോ മോന്. എടാ, ഇത് വരക്കാൻ ഡൗട്ട് ഉള്ളവർ ആരൊക്കെ? ഇത് വരക്കാൻ ഡൗട്ട് ഉള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യ. അല്ല, ഇത് വരക്കാൻ ഡൗട്ട് ഉള്ളവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്ത് വെക്ക്.
ഒരെണ്ണം വരച്ചു, രണ്ടെണ്ണം വരച്ചു, മൂന്നെണ്ണം വരച്ചു. അതെടാ രണ്ടാമത് വരച്ചിന്റെ അളവ് കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. 6 സെന്റിമീറ്ററിൽ കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ് അത് കിട്ടാത്തത്. ഓക്കെ, മിസ് ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. ഇതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. ട്രയാങ്കിൾ വരയ്ക്കാൻ നോക്കിയല്ലേ, സെറ്റ് സ്ക്വയർ കൊണ്ടുപോകാനല്ലേ ബുദ്ധിമുട്ട് പറഞ്ഞത് അല്ലേ? ജോഹാൻ ഒന്ന് ശ്രദ്ധിച്ചേടാ, സെറ്റ് സ്ക്വയർ കൊണ്ടുവന്നതൊന്ന് ശ്രദ്ധിച്ചേ. താഴെ വെക്കട്ടോ. പറഞ്ഞോ. മാറിയില്ലേ? അതുകൊണ്ടാണത്, അളവ് മാറിയതുകൊണ്ടാണ് കേട്ടോ അത് കിട്ടാത്തത്. അതെന്തായിരിക്കും അറിയടാ, മോന്റെ കോമ്പസോ അല്ലെങ്കിൽ സ്കെയിലോ എവിടെയെങ്കിലും എന്ത് ചെയ്തിണ്ടാവും, അളവെടുത്തതിൽ തെറ്റ് വന്നിണ്ടാവും. മക്കളെ, ഈ സൈഡ് തന്നു കഴിഞ്ഞാൽ ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാത്തവരെല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് എങ്ങനെയാന്നുള്ളത് മിസ് കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഇപ്പൊ നോക്കുക, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, ഇതാണ് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം അറിയോ? ബേസ് ആയിട്ടുള്ള 3 സെന്റിമീറ്റർ ആദ്യം നമ്മൾ വരയ്ക്കണം. എന്നിട്ട് ഈ 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ സ്കെയിലിനകത്ത് അളവ് പിടിക്കണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോട്ടോ, ഇത് എങ്ങനെ വരുന്നത് എന്നുള്ളത് നോക്കണേ. കണ്ടോ? സ്പന്ദനക്കുട്ടി ശ്രദ്ധിക്കട്ടോ. 3 സെന്റിമീറ്റർ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, വരച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി രണ്ട് മെഷേഴ്സ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് സ്കെയിലിനകത്ത്, നമ്മുടെ സ്കെയിലിനകത്ത് കണ്ടോ, കോമ്പസ് എടുക്കുക, 4 സെന്റിമീറ്റർ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. മനസ്സിലായോ? നമ്മുടെ കോമ്പസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാ, 4 സെന്റിമീറ്ററിലോട്ട് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ആണല്ലോ? ഇനി എന്ത് ചെയ്യാ, നമ്മൾ വരച്ച ലൈനിന്റെ ഒരു എൻഡില്, അതായത് ഇവിടെ നമുക്ക് ഈ ഭാഗത്താണ് 4 സെന്റിമീറ്റർ വരേണ്ടത്. ഏത് ഭാഗത്താണോ 4 സെന്റിമീറ്റർ വരേണ്ടത് ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, നമ്മള് കോമ്പസ് വെച്ചിട്ട് ആർക്ക് മാർക്ക് ചെയ്യുക. ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ ഫുൾ ആയിട്ട് വരക്കണ്ട, സർക്കിളിന്റെ ഒരു പാർട്ട് വരയ്ക്കുക. ഓക്കെ, മനസ്സിലായോ? ഇതാണ് ആർക്ക് വരയ്ക്കുക എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ബാക്കി നമുക്ക് വരക്കേണ്ടത് 6 സെന്റിമീറ്റർ ആണ്. ആദ്യം നമ്മൾ ഈ 4 ആർക്ക് മാർക്ക് ചെയ്ത് വരച്ചു. ഇനി വരുന്നത് ഈ 6 സെന്റിമീറ്റർ ആണ്. ആ 6 സെന്റിമീറ്ററും സ്കെയിലിനകത്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റേ എൻഡിൽ കൊണ്ടുപോയിട്ട് കോമ്പസ് വെക്കുക, ആർക്ക് വീണ്ടും മാർക്ക് ചെയ്യുക. ആദ്യം നമ്മൾ ഈ അറ്റത്താണല്ലേ ആദ്യം ആർക്ക് മാർക്ക് ചെയ്തതല്ലാത്ത മറ്റേ അറ്റത്ത് ആദ്യം നമ്മൾ 4 സെന്റിമീറ്റർ വരച്ചില്ലേ, ഇവിടെയാണ് നമ്മൾ 4 സെന്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എൻഡിൽ കൊണ്ടുപോയിട്ട് 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഓക്കെ, ആർക്ക് വരയ്ക്കുക. മനസ്സിലായോ? എന്നിട്ട് ആ 2 ആർക്ക് വരച്ചതും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ഇതാണ് ആ പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് ഈ 2 എൻഡിലോട്ട് എന്ത് ചെയ്യുക, ലൈന് വരച്ചു കൊടുക്കുക. മനസ്സിലായോ? ഇങ്ങനെയാണ് ട്രയാങ്കിൾ വരക്കേണ്ടത്. ട്രയാങ്കിൾ വരക്കുമ്പോൾ ബേസ് സൈഡ് മാത്രം നമ്മൾ സ്കെയിലിൽ വെച്ച് വരച്ചാൽ മതി. സ്കെയിൽ വെച്ചിട്ട് ബാക്കിയുള്ള 2 പാർട്ടും നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസിനകത്ത് പിടിച്ചിട്ട് ആർക്ക് മാർക്ക് ചെയ്യുക. ആർക്ക് 2 കൂട്ടിമുട്ടുന്ന പോയിന്റ് നിന്ന് ട്രയാങ്കിൾ വരയ്ക്കും. സെറ്റല്ലേ? ഇപ്പൊ കിട്ടിയാ? ഓക്കെ, സെറ്റ്. സ്പന്ദന റെഡി ആയില്ലേ? ഓക്കെ. ഇനി വിശാലിന് എന്താ ഡൗട്ട് പറഞ്ഞേ? ഏതാണെടാ? ഏതാണ് നമ്മൾ 3 ട്രയാങ്കിൾ? ഇതാണോ?
ഇതിന്റെ ശേഷം വരച്ചത് ഐ തിങ്ക് ഇതാണ്. ചെറുതായി വരുന്നതാണോ? ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും പോയാ? എവിടെ പോയേ? എവിടെ വരെ വരച്ചു നീ? സെറ്റ് സ്ക്വയർ കൊണ്ടുവന്നത് അറിയായിട്ടാണോ? ഓക്കെ. ഇതുവരെ വരച്ചില്ലേ? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. അതായത് ഇവിടെ നമ്മൾ ഫസ്റ്റ് വരച്ചത് 8 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഇത് എന്താക്കാം? ആദ്യം നമ്മൾ ഇവിടെ വരച്ച ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മൾ അതിനേക്കാൾ ചെറുതാക്കി 7 സെന്റിമീറ്ററോ 6 സെന്റിമീറ്ററോ 5 സെന്റിമീറ്ററോ ആയിട്ട് വരക്കുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ ട്രയാങ്കിളിന്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരും. പക്ഷെ എല്ലാപ്പോഴും നമ്മളുടെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 50യും ഇവിടെ 70യും ഇവിടെ 50യും വീണ്ടും ഇവിടെ 70യും ആയിട്ട് തന്നെ പോണം. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ലൈൻസ് ഒക്കെ, അതായത് ഇങ്ങനെ കിടക്കുന്ന ലൈൻസ് ഒക്കെ പാരലൽ ആവണം, ഈ ലൈൻസ് ഒക്കെ പാരലൽ ആവണം. ഓക്കെ ആണല്ലോ? അപ്പൊ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ ആദ്യം സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യാ? ഇതിന് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? നോക്കിയോട്ടോ, വീഡിയോ മിസ് കാണിച്ചു തരാവേ, നോക്കിയോട്ടോ. കണ്ടോ? ഇങ്ങനെ വെച്ചോ. ഇനി ആ സ്കെയിലും സെറ്റ് സ്ക്വയറും ഒരുമിച്ച് വരണേ. സ്കെയിലിന്റെ ഒരറ്റവും സെറ്റ് സ്ക്വയറിന്റെ ഈ ഒരറ്റവും കറക്റ്റ് ആയിട്ട് ജോയിൻ ആയി കിടക്കണം. ഇനി എന്ത് ചെയ്യാ? സ്കെയിൽ അമർത്തി പിടിക്കുക, ടൈറ്റ് ആക്കി പിടിക്കുക. സ്കെയിൽ ഇനി അനങ്ങരുത്. ആ സെറ്റ് സ്ക്വയർ മെല്ലെ നീക്കി കൊടുക്കുക. എവിടെ വരെ? ഈ പോയിന്റ് വരെ നീക്കി കൊടുക്കുക. നോക്കിയോട്ടോ, നോക്കിയോ? സ്കെയില് മാറരുതേ, സ്കെയിൽ അവിടെ തന്നെ ഉണ്ടാവണം. വരച്ചോ? ഓക്കെ ആണല്ലോ? വരച്ചില്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? നമുക്ക് എന്ത് ചെയ്യണം? വര വരയ്ക്കാം. നേരാ വര വരയ്ക്കാം, നീട്ടി വരയ്ക്കാം. വരച്ചില്ലേ? സെറ്റ് സ്ക്വയർ നീങ്ങരുത് കേട്ടാ, അപ്പൊ അളവ് മാറിപ്പോവും. സെറ്റ് സ്ക്വയറും സ്കെയിലും എന്ത് ചെയ്യരുത്? മാറരുത്. എപ്പോഴും ടൈറ്റ് ആയിട്ട് തന്നെ പിടിക്കണം. വരച്ചോടാ. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? നമുക്ക് ഈ ഭാഗത്തിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ഇപ്പൊ ഇവിടെ വരച്ചു. നോക്കിയേ, ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഇവിടെ വരച്ചു. ഇനി ഈ ലൈനിനും കൂടെ പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് വരക്കണ്ടേ? അപ്പൊ അതിനെന്തറിയോ ചെയ്യേണ്ടത്? നോക്കിക്കോട്ടോ. നമ്മൾ സെറ്റ് സ്ക്വയർ നമ്മൾ ആദ്യം ഈ ഭാഗത്താണ് വെച്ചത്. ഇനി നമ്മൾ ഈ ഭാഗത്തോട്ടാണ് വെക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? ഇതുപോലെ വെച്ചേ, ഉള്ളിലാക്കി വെക്കുക. വെച്ചോ. ഇനി എന്ത് ചെയ്യാ? സ്കെയില് ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യണം ഇവിടെ വരെ, ഈ ഒരു പോയിന്റ് വരെ. രണ്ടാമത് നീട്ടി വരച്ച ഒരു പോയിന്റ് വരെ. വരച്ചോ? ഓക്കെ, സെറ്റ് ആയില്ലേ? ഇനി ഇതുപോലെയാണ് ബാക്കിയുള്ളതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാനുള്ളത്. മനസ്സിലായോ?
സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റ് ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? ഇല്ല, എക്സാം ഇല്ലല്ലോ. ഓക്കെ, ശരി, ബൈ ബൈ. ശ്രീഹരി പറഞ്ഞോ. ആ, ഹസ്ന, ഹസ്നയുടെ ഡൗട്ട് എന്താ? ആ, ഇതാണോ? ഇത് വരയ്ക്കാൻ മനസ്സിലായില്ല എന്നാണോ? വരച്ചത് കിട്ടിയില്ലാന്നോ? എവിടെ എവിടെ? ഇത് ശരിയായി, ഇത് ശരിയായി. ഇനി ഇവിടെ ഇവിടെ ഇങ്ങനെയായിട്ട് പ്രൊട്രാക്ടർ വെച്ചേ. ഇവിടെ സെന്റർ വരണേ പ്രൊട്രാക്ടറിന്റെ, ഇവിടെ ആയിട്ട് വെക്ക്. എന്നിട്ട് എന്ത് ചെയ്യാ? ഇവിടുന്ന് 30 ഡിഗ്രി മാർക്ക് ചെയ്യാ. വരച്ചോ? ആ, ഇനി എന്ത് ചെയ്യാ? ഇവിടുന്ന് ഇങ്ങോട്ട് 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാ. ആ 30 ഡിഗ്രി വരച്ച ആ ഒരു പൊസിഷനിലേക്ക് തന്നെ. എങ്ങനെ? ഇതെങ്ങനെ വരയ്ക്കാന്ന് ഒരു വട്ടം കൂടെയാ? നമ്മള് ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക ഈ എൻഡില്, എന്നിട്ട് ഇവിടുന്ന് 30 ഡിഗ്രി മാർക്ക് ചെയ്യാം. അപ്പൊ 30 ഡിഗ്രി മാർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെയായിട്ട് വരും. എന്നിട്ട് ഈ പോയിന്റും വരുന്ന ഭാഗത്ത് ഇങ്ങനെ സ്കെയിൽ വെച്ച് 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. എല്ലാം 6 സെന്റിമീറ്റർ ആണ് നമുക്ക് വരേണ്ടത്. ഓക്കെ ആണോ? ഇപ്പൊ കിട്ടിയോ? എന്നിട്ട് എന്ത് ചെയ്യാ? ഈ ഓൾറെഡി നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ആദ്യം വരച്ചിട്ടില്ലേ? ഇവിടെ മുകളിലെ ഈ എൻഡിൽ നിന്നും നേരെ ഇവിടെയുള്ള പോയിന്റിലോട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കും. മുകളിലുള്ള, അതായത് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയില്ലേ, ജോയിൻ ആയ ഒരു ട്രയാങ്കിൾ കിട്ടിയേക്കും. അപ്പൊ ആ മുകളിലെ പോയിന്റിൽ നിന്നും ആദ്യം നമ്മൾ വരച്ച ട്രയാങ്കിളിന്റെ ഈ പോയിന്റിലോട്ട് വരയ്ക്കും. അയ്യോ ഓളെ, ഞാൻ നോക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു തരാം. എനിക്കൊന്ന് മെസ്സേജ് അയക്കുവോ? ഓക്കെ, അയക്കുവോ? സെറ്റാണ്. ആ, ഓക്കെ, മെസ്സേജ് അയച്ചിടൂ കേട്ടോ. ആ, ശരി. ഏതാണെടാ? ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് ഇതാണോ? ആ, ഇതൊന്ന് മോള് സ്ക്രീൻഷോട്ട് എടുക്കട്ടോ. ഞാൻ വീഡിയോയിൽ എന്തായാലും അത് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് 180 ഡിഗ്രി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊട്രാക്ടറിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ 180 കൂടുതലുള്ള ഒരു വാല്യൂ ആണ് നിങ്ങൾക്ക് വരക്കാൻ തരുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 360 നിന്നും നമുക്ക് തന്നിട്ടുള്ള വാല്യൂ മൈനസ് ചെയ്യാം. ഇവിടെ 300 ആണ്. 300 എന്ന് പറയുന്നത് 180യേക്കാൾ കൂടുതലാണ്. അപ്പൊ 300 ഇതിനകത്തുനിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 60 ഡിഗ്രി കിട്ടും. ആ 60 ഡിഗ്രി വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ട്രയാങ്കിൾ വരച്ചാ മതി. ഓക്കെ ആണോ? 180 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങളുടെ പ്രൊട്രാക്ടറിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ കൂടുതലുള്ള വാല്യൂ തന്നു കഴിഞ്ഞാല് 360 നിന്ന് കുറയ്ക്കാം. ഓക്കെ, ശ്രീഹരി പറയൂ. പറയടാ. ഇതിന്റെയാ?
വേറൊരു എക്സാമ്പിളാ, മോനോട് 250 ഡിഗ്രി വരയ്ക്കാൻ പറഞ്ഞു. 250 ഡിഗ്രി, ഒരു സൈഡ് 250 ഡിഗ്രി ആക്കി വരയ്ക്കാന്ന് പറഞ്ഞാല് മോൻ എന്ത് ചെയ്യാ, ലൈന് വരയ്ക്കുക 250 ഡിഗ്രി. അപ്പൊ എന്ത് ചെയ്യാ, ഈ സൈഡിൽ നിന്ന് 360 ഡിഗ്രിയിൽ നിന്നും 250 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും, 110 എന്ന് കിട്ടും. ആണല്ലോ, 110 മാർക്ക് ചെയ്താല് ഇത് 110 വരും. ബാക്കി വരുന്ന ഈ പോർഷൻ എന്ന് പറയുന്നത് 250 ഡിഗ്രി ആവില്ലേ? മനസ്സിലായോ? എന്തുകൊണ്ടാ, ഒരു പോയിന്റിന് ചുറ്റുള്ള ആംഗിളിന്റെ മെഷർ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. നമുക്ക് 360 ഡിഗ്രി വരയ്ക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്, നമ്മളെ പ്രൊട്രാക്ടറിൽ 180 വരെയുള്ള വാല്യൂസേ ഉള്ളൂ. അപ്പൊ 180നേക്കാൾ കൂടുതൽ, പിന്നെ 190 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, 360 ഡിഗ്രിയിൽ നിന്നും 190 ഡിഗ്രി കുറയ്ക്കാം. അപ്പൊ ഒരു വാല്യൂ കിട്ടും. എത്ര കിട്ടും അല്ലേ? 170 വരച്ചൂടെ? ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, 180നേക്കാൾ വലുതാണെങ്കിൽ 360 കുറയ്ക്കുക കേട്ടോ. ഓക്കെടാ, ഓക്കെ മുത്തേ, ഓക്കെ ആണല്ലോ മക്കൾ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹസ്ന പറ. മതി. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവരും പഠിച്ചിട്ട് വരാം. ബൈ ബൈ.